പ്രത്യേകം പഠിപ്പിച്ചതാണ്. അങ്ങനെയാകുമ്പോൾ ആ പദങ്ങൾക്കും ആ സാഹചര്യങ്ങൾക്കും ഒരു സവിശേഷതയുണ്ട്. അങ്ങനെ സവിശേഷത കൽപ്പിച്ചുകൊണ്ട് ചെയ്യണോ, നബിതങ്ങളിൽ നിന്ന് കിട്ടുക തന്നെ വേണം. പിന്നെ ഇബ്നു അബ്ബാസ് എന്തിനു ചെയ്തു? അല്ലാഹു അഅലം. അദ്ദേഹത്തിന് നബിനെ കിട്ടിയിട്ടുണ്ടാവാം, നമുക്കറിയില്ല. കിട്ടിയോ ഇല്ലേ എന്ന് പറയാൻ നമുക്ക് തെളിവില്ല. അതുകൊണ്ട് അതടിസ്ഥാനമാക്കി ഒരു ഇബാദത്ത് സ്ഥിരപ്പെടുത്താൻ നമുക്ക് വകുപ്പില്ല. നബിയിൽ നിന്ന് കിട്ടാത്ത കാലത്തോളം നമുക്കത് തെളിവുമല്ല. നബിയിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞ റിപ്പോർട്ടുകൾ ദുർബലമാണ്, ദഈഫാണ്. ദഈഫ് ഹദീസ് കൊണ്ട് കർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല, അത് നിഷിദ്ധമാണ് എന്നത് അടിസ്ഥാന തത്വമാണ്. ആ തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മെ സംബന്ധിച്ച് അത് ഹറാമായി തീരുന്നത്. ഇബ്നു അബ്ബാസ് തങ്ങൾക്ക് ഒരു പക്ഷേ വല്ല അധ്യാപനം കിട്ടിയത് കൊണ്ടായിരിക്കും അദ്ദേഹം ചെയ്തത്. അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹം ചെയ്ത് ഹറാമാകുന്നില്ല. ഇമാം അഹ്മദ് ഈ ഹദീസ് പ്രകാരം അമൽ ചെയ്തുവെന്നാണ് ഹദീസ് വിശദീകരിച്ച പണ്ഡിതന്മാരെല്ലാം രേഖപ്പെടുത്തി വെച്ചത്. അദ്ദേഹത്തിന്റെ പഠനത്തിൽ ഒരു പക്ഷേ സ്വഹീഹ് എന്ന് ബോധ്യമായിട്ടുണ്ടാവാം, നമുക്കത് ബോധ്യമായി സ്വഹീഹല്ല. അപ്പൊ ഇമാം ഷാഫിക്ക് സുബഹിയിലെ ഖുനൂത്ത് ഹദീസ് സ്വഹീഹ് എന്ന് ബോധ്യമായ ആളാ, അദ്ദേഹം ചെയ്യാൻ പറഞ്ഞ ആളാ. പക്ഷെ ശേഷമുള്ള പണ്ഡിതന്മാരെ പറഞ്ഞു ആ ഹദീസ് സ്വഹീഹ് അല്ല, ഇമാം ഷാഫി പറഞ്ഞത് ശരിയല്ല. നമ്മൾ അത് സ്വീകരിച്ചു, നമ്മൾ ആ ഖുനൂത്ത് നമ്മൾ ഒഴിവാക്കി. നമ്മൾ ഞാൻ ഖുനൂത്ത് ഓതിയാലോ ഹദീസ് ദഈഫ് അത് ബോധ്യമായിട്ടും ഖുനൂത്ത് ഓതുമ്പോൾ അത് ബിദ്അത്തായി മാറും, ഹറാമായി മാറും. എന്നാൽ ഇമാം ഷാഫിക്ക് ഹറാം ചെയ്ത കുറ്റം കിട്ടുവെച്ചല്ലോ? ഇല്ല. നബി തങ്ങൾ പറഞ്ഞു, ഒരു ഗവേഷകൻ ഗവേഷണം നടത്തിയിട്ട് ആ ഗവേഷണത്തിൽ തെറ്റുപറ്റിയാൽ അദ്ദേഹത്തിന് ഒരു കൂലിയുണ്ട്. ശരിയിലേക്ക് എത്തിപ്പെട്ട 2 കൂലിയുണ്ട്. ഒന്നാമത്തത് ഗവേഷണം ചെയ്തതിനുള്ള കൂലി, ശരിയിലേക്ക് എത്തിയാലോ ആ ശരി സമൂഹത്തിന് പകർന്നു നൽകിയ കൂലിയും 2 കൂലി കിട്ടും. അപ്പൊ ഇമാം ഷാഫിയുടെ ആ വീക്ഷണം തെറ്റാണ് എന്ന് പറഞ്ഞാലും ഇമാം ഷാഫിയുടെ ഗവേഷണത്തിന് അതിന് കൂലി കിട്ടുമെന്ന അർത്ഥം. അപ്പൊ എന്ന പോലെ ഈ ഹദീസ് പഠിക്കുകയും അത് ഗവേഷണം ചെയ്യുകയും സ്വഹീഹാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തവർ അത് ചെയ്തെങ്കിൽ അവർ ആ ഗവേഷണത്തിൽ തെറ്റി എന്ന് നമുക്ക് ബോധ്യമാകുമ്പോൾ നാം അത് ഒഴിവാക്കുന്നു. എന്നാൽ അന്നേ സ്വഹീഹ് എല്ലാം മനസ്സിലാക്കിയ പണ്ഡിതന്മാരുമുണ്ട്. അതാണ് ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ്. അദ്ദേഹത്തോട് ഹദീസ് കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു സനദ് കാണണം. സനദ് കണ്ടപ്പോൾ പറഞ്ഞു നബിയിലേക്ക് തൃപ്തികരമായ പരമ്പര ഇല്ലാത്ത സംഗതി ഞാൻ ചെയ്യില്ല. അദ്ദേഹം ഒഴിവാക്കി. അദ്ദേഹത്തിന് ആ സനദ് തൃപ്തികരമായി തോന്നിയില്ല, അതുകൊണ്ട് അവരെ സംബന്ധിച്ചത് വരുന്നില്ല. എന്നാൽ ജിന്നെ സഹായിക്കണ എന്ന വിളി ഭൗതികമായ കാര്യത്തിൽ, ഭൗതികമായ സംവിധാനത്തിൽ കേവലം സാങ്കല്പികമായ വിളിയാണെങ്കിൽ പോലും അത് ശിർക്കിലേക്കുള്ള വഴി തന്നെയാണ്. അത് ഉപയോഗപ്പെടുത്തി നമ്മെ അവൻ ശിർക്കിലേക്ക് നയിക്കും. അതുകൊണ്ട് അവനുമായുള്ള യാതൊരു ബന്ധവും നമുക്കില്ല. ശിർക്കാകുന്ന വിളിയില്ല, ശിർക്കാകാത്ത വിളിയുമില്ല. ഒരു വിളിയും ജിന്നുമായി ബന്ധപ്പെട്ട് നമുക്കില്ല. അത് നമ്മെ അവൻ ശിർക്കിലേക്ക് നയിക്കും. അത് വെച്ച് നമ്മൾ അവൻ ഉപയോഗപ്പെടുത്തും. അതുകൊണ്ട് ശിർക്കിലേക്കുള്ള വഴി അതെല്ലാം ഹറാമാണ്. ഹറാമിലേക്കുള്ള വഴികൾ ഹറാം, ശിർക്കിലേക്കുള്ള വഴികളും ഹറാം. അതുകൊണ്ട് അത്തരം വഴികൾ നമുക്ക് സ്വീകാര്യമല്ല. അവിടെയാണ് വസിയത്തു ശിർക്ക് പറഞ്ഞത്. ജിന്നെ സഹായിക്കണ എന്ന് പറയുന്നിടത്ത് വസിയത്തു ശിർക്ക് പറയും, കാരണം അത് ശിർക്കിലേക്കുള്ള വഴിയാണ്. ഹദീസ് പ്രകാരം ചെയ്യുന്നിടത്തോ ഈ പദമേ സ്വഹീഹാണെന്ന് വന്നാൽ തന്നെ പറയാൻ വകുപ്പുള്ളൂ. അപ്പൊ നബി തങ്ങൾ പഠിപ്പിച്ചു വന്ന വിശ്വാസത്തിലാണ് അവൻ ചെയ്യുന്നത്. ആ വിശ്വാസം തെറ്റിപ്പോയി, അവന്റെ ആ ഗവേഷണം തെറ്റിപ്പോയി എന്നതേ ഉള്ളൂ, അല്ലാതെ അതിനപ്പുറം അവിടെ വസിയത്തു ശിർക്ക് വരുന്നില്ല. ഇവിടെ ഇതേ ചോദ്യം മറുവശത്ത് പണ്ഡിതന്മാരോട് ചോദിക്കുമ്പോൾ നേരെ വിപരീതമായ മറുപടിയാണ് കിട്ടുന്നത്. സാധാരണക്കാരനെ സംബന്ധിച്ച് ഇതൊരു ആശയം കുഴപ്പമുണ്ടാക്കുന്ന വിഷയമാണ്. അല്ല, അത് സഹിയല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് സിർക്കന്നെയാണെന്നുള്ളൊരു ചിന്താഗതിയിലാണ് അവിടുന്ന് വരുന്നത്. പക്ഷേ ഇവിടെ സാധാരണക്കാരെ സംബന്ധിച്ച് ഹദീസ് പിന്നെ പഠിക്കാനോ അല്ലെങ്കിൽ ആയത്തിലിറങ്ങി പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഇല്ല, അല്ലെങ്കിൽ ഉണ്ടായിരിക്കാം, പക്ഷെ ഉപയോഗപ്പെടുത്താൻ കഴിയില്ല. ആ സ്ഥിതിക്ക് ഒരു ചോദ്യം ആണ് എന്ന് ഞാൻ പറയുന്നില്ല. ഇത് വേണമെങ്കിൽ നിങ്ങൾക്കൊരു വെല്ലുവിളിയായി ഏറ്റെടുക്കാം. അങ്ങനെയും പറ്റും. കാരണം ഇവിടെ അധ്യക്ഷ പ്രസംഗം നടത്തിയ പണ്ഡിതനും വിഷയം അവതരിപ്പിച്ച താങ്കളും ഒരു പണ്ഡിതനെ കുറിച്ച് വ്യക്തിപരമായിട്ട് വളരെ മോശമായിട്ട് അവതരിപ്പിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന്റെ നസീഹത്ത് കൊണ്ടാണ് തല്ല് കിട്ടിയിട്ടെങ്കിലും ഈ അവസരത്തിൽ നാട്ടിൽ സിർക്ക് പ്രചരിപ്പിക്കുമ്പോൾ ഇവിടെ എൻ്റെ ദൈവത്തിന്റെ ആവശ്യകത മനസ്സിലാക്കിയിട്ട് തല്ല് കൊണ്ടിട്ടാണെങ്കിലും അവിടുന്ന് പോരണം എന്നുള്ള ഉദ്ദേശത്തിൽ വന്ന് ഇവിടെ ദൈവത്ത് നടത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ നസീഹത്ത് നമുക്ക് അറിയാൻ കഴിയില്ലല്ലോ. അപ്പോ ഈ വിഷയത്തെക്കുറിച്ച് ആ പണ്ഡിതനുമായിട്ട് നമുക്ക് സംരക്ഷണം തരാൻ പറ്റുന്ന ഒരു ഭൗതിക സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട്
ഈ വിഷയത്തിൽ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഫൈസൽ മുസ്ലിയാർക്കും അദ്ദേഹത്തിനും കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് തിരഞ്ഞെടുത്ത ആഡിയൻസുകളെ പ്രശ്നം ഉണ്ടാക്കാത്ത രീതിയിൽ ആഡിയൻസുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പങ്കെടുത്ത് ഈ വിഷയം ചർച്ച ചെയ്യാൻ ധൈര്യം എന്ന് ഞാൻ പറയുന്നില്ല. ബുദ്ധിമുട്ടില്ലെങ്കിൽ അറിയിച്ചാൽ അദ്ദേഹവുമായി ഞാൻ ബന്ധപ്പെട്ട് എനിക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുന്ന അടിസ്ഥാനത്തിൽ അദ്ദേഹം വളരെ നസിഹത്തോടു കൂടിയാണ് എന്നോട് സംസാരിച്ചത്. ഏത് രംഗത്താണെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്താം, അതല്ലെങ്കിൽ വിശദീകരിക്കാം എന്നുള്ളൊരു രീതിയിൽ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദിക്കുകയാണ്. അദ്ദേഹം തയ്യാറാവും എന്നാണ് എൻ്റെ വിശ്വാസം. അത് അൽഹംദുലില്ലാഹ് 100% തയ്യാറാണ്. യാതൊരു പ്രയാസവും ഇല്ല. എനിക്ക് താല്പര്യമുണ്ട്, എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് അദ്ദേഹത്തിന് കിട്ടണം എന്നുള്ളത് തന്നെ. ഞാൻ അത്ര വലിയ ആര്യമായിട്ടൊന്നും പറയില്ല, പക്ഷേ നാസസുല്ലമിയൊന്ന് നേർക്ക് നേരെ എനിക്കൊന്ന് സംസാരിക്കണം, എനിക്ക് നല്ല താല്പര്യമുണ്ട്. കാരണം അയാള് നേരത്തെ പറഞ്ഞ തല്ല് കിട്ടിയെന്നുള്ളത് ന്യായബോധം കിട്ടിയതല്ല, അത് വിഷയം വേറെയാണ്. അതുകൊണ്ട് കിട്ടിയ തല്ലുമ്പോൾ നസീഹത്തുണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ല. അത് തല്ല് കിട്ടിയ വിഷയം വേറെയാണ്. ന്യായബോധം പറഞ്ഞപ്പോൾ തല്ല് കിട്ടിയതല്ല. അങ്ങനെയാണെങ്കിൽ നസീഹത്ത് പറയാമായിരുന്നു. അതെന്തോ ആവട്ടെ, ഏതായിരുന്നാലും നാസസുല്ലമി തയ്യാറാണെങ്കിൽ ഞാൻ 100% തയ്യാറാണ്. ഇനി അതിന് ഒരു പ്രൊട്ടക്ഷനും വേണമെന്നില്ല, അങ്ങനത്തെ ഭൗതിക സംവിധാനം വേണമെന്ന് ഒന്നും വേണമെന്നില്ല. ഈ കൂടെ എല്ലാ മനുഷ്യന്മാരും കൂടിക്കൊണ്ട് തന്നെ നമുക്ക് നടത്താം. ഒരു പ്രശ്നം, നമ്മളെല്ലാവരും മുജാഹിദീങ്ങളല്ലേ, ഒരു ബേജാറും ഇല്ലല്ലോ. മുജാഹിദീങ്ങളൊക്കെ കൂടട്ടെ, നമുക്ക് സൗകര്യപ്പെട്ട സ്ഥലം കണ്ടെത്തിയിട്ട് ഒരു ഹാളിലോ മറ്റോ ഇരുന്ന് എത്ര ആളാണ് വേണ്ടത് ഒക്കെ കൂടിക്കോട്ടെ, നാസസുല്ലമയും ഞാനും കൂടെ. പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മൂപ്പർക്ക് KNM-ലും KJ-ലും മെമ്പർഷിപ്പ് ഇല്ല, എനിക്കൊക്കെ മെമ്പർഷിപ്പ് ഉണ്ട്. അപ്പൊ ഞാനാണ് ഔദ്യോഗികം, മൂപ്പരാണ് പ്രതിപക്ഷം. എന്നാലും വേണ്ടില്ല, ഇനി രണ്ടാളും വേണേ ഔദ്യോഗികമായിക്കോട്ടെ, രണ്ടാളെയും ഔദ്യോഗികമായി കൂട്ടാം, എന്നാലും കുഴപ്പമില്ല. കാരണം എവിടെ മെമ്പർഷിപ്പ് ഇല്ലാത്തവരുടെ അപ്പുറത്തും KNM-ലും KJ-ലും മെമ്പർഷിപ്പ് ഉള്ള ആൾ ഇപ്പുറത്തും ആകുമ്പോ യഥാർത്ഥ സംഘടനയുടെ ആള് ഞാനും അദ്ദേഹം പ്രതിപക്ഷമായിട്ടാണ് വരേണ്ടത്. ഇനി രണ്ടാളും സംഘടനയുടെ ഭാഗത്തെ പ്രതികരിച്ചുകൊണ്ട് വരട്ടെ. അങ്ങനെ ഇൻഷാ അല്ലാഹ് നാസസുല്ലമി തയ്യാറാണെങ്കിൽ 100% ഇത്രയും മനുഷ്യന്മാർ സാക്ഷിയാക്കി പറയാണ് ഞാൻ റെഡിയാണ്. ഇനി മൂപ്പര് വന്നില്ലെങ്കിൽ എന്തെന്നുള്ളത് പിന്നെ നിങ്ങൾ നോക്കിയാൽ ഞാൻ എന്തായാലും വരും, ഒരു സംശയമില്ല. ഇൻഷാ അല്ലാഹ് ഈ ആരോഗ്യം, ഈ ആയുസ്സും, ഈ ബുദ്ധി ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഫൈസൽ തയ്യാറാണ് എന്ന് ഉറപ്പിച്ച് പറയുന്നു. ഇൻഷാ അല്ലാഹ് അദ്ദേഹവുമായി സംസാരിച്ചിട്ട് അറിയിക്കാം. അദ്ദേഹം തയ്യാറായില്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും പിന്നെ ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. പേര് പറയണത് ഞാൻ സുനീർ പൂക്കിപ്പറമ്പാണ്. പിന്നെ ഇപ്പോൾ സൂറത്ത് ജിന്നിലെ ഈ വിഷയത്തിൽ സമയം തരികയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ 100% തെറ്റാണെന്ന് ബോധ്യപ്പെടുത്താൻ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഉപചോദ്യം മറ്റുള്ള രീതിയിലൊക്കെ പോകാൻ പറ്റില്ല, ആ രീതിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാം. നിങ്ങൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ഈ ഇബ്നു അബ്ബാസിൻ്റെ വിഷയമായാലും അത് നിങ്ങൾ സ്വഹിയാണ്, ഇബ്നു അബ്ബാസ് വരെ 100% സ്വഹിയാണ് എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. അത് നമുക്ക് ചർച്ച ചെയ്യാൻ ഇൻഷാ അല്ലാഹ്. പറഞ്ഞിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇബ്നു അബ്ബാസ് പറഞ്ഞു, ഇബ്നു അബ്ബാസിൽ നിന്ന് ഹസനായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇബ്നു അബ്ബാസ് ആരും ഇബ്നു അബ്ബാസിൽ ഒരു എത്തിയിട്ടില്ല എന്ന് സ്വഹി ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഹസനായിക്കൊണ്ട് അല്ല, സ്വഹി അല്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഞാനിവിടെ പറഞ്ഞിട്ടില്ല. അല്ല, നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇബ്നു അബ്ബാസ്. ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല. ഇബ്നു അബ്ബാസിൽ നിന്ന് സ്വീകാര്യയോഗ്യമായ പരമ്പിൽ ഹസനായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇബ്നു അബ്ബാസിന്റെ വാചകമായിട്ടാണ് കിട്ടിയത്, നബി തങ്ങളുടെ വാചകമായിട്ടല്ല എന്നാണ് പറഞ്ഞത്. ആ ഹദീസിന് ഇബ്നു അബ്ബാസ് വരെ തന്നെ ഹദീസിൽ ളൂഫുണ്ട്, അത് പറയാം ഇൻഷാ അല്ലാഹ്. നമ്മുടെ അതുണ്ടാവും പറയാം. പക്ഷെ നിങ്ങൾ അതൊന്നും പറയാതെ ഇബ്നു അബ്ബാസിന്റെ അടുത്ത് വരെ ശരിയാണ്, ഇബ്നു അബ്ബാസിന്റെ അടുത്ത് വരെ ശരിയാണെങ്കിൽ ഏതൊരു മുജാഹിദിനും ചെയ്യാം. കാരണം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു പ്രമുഖനായ സ്വഹാബിയാണ്. ഒരു അഖീദയുടെ വിഷയത്തിലൊരു വിഷയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ എന്നല്ലാതെ അദ്ദേഹം ഉദ്ധരിക്കൂല. അഹ്ലു കിതാബിന്റെ ഇരുന്നൊന്നും ഉദ്ധരിച്ചിട്ട് പറയുന്ന ഒരു സാധാരണ മൗലവി എന്നല്ല, അല്ലെങ്കിൽ മുസ്ലിയാരല്ല എന്ന് മനസ്സിലാക്കുക. എൻ്റെ ചോദ്യം, സൂറത്ത് ജിന്നിലെ 6-ാമത്തെ ആയത്ത് നമ്മളൊക്കെ ഓതുമ്പോൾ ജിന്നുകളോടുള്ള സഹായത്തേട്ടം ഷിർക്കാണ് എന്നതിന് ഓതുമ്പോൾ നിങ്ങൾ പറയാറുള്ള മറുപടി, ഞാൻ ആ ചോദിച്ചിട്ട് നിങ്ങളെ കൊണ്ട് മറുപടി പറയാറില്ല, നിങ്ങൾ 6 CD കേട്ടിട്ടാണ് പറയുന്നത്. നിങ്ങൾ പറയാറുള്ളത് എന്താണ്? അത് കാനു യബ്ദൂനൽ ജിന്ന, അവർ ജിന്നുകൾ ആരാധിക്കുന്നവരായിരുന്നു, അതുകൊണ്ടാണ് അവരോടുള്ള അവരോടുള്ള ത്യാഗത്ത് എന്തായി ഷിർക്കായി മാറിയത്. അതിൽ ഇബ്നു കസീർ തഫ്സീറിലുള്ളത് പറഞ്ഞത്, ഒരു മനുഷ്യൻ അന്യ നാട്ടിലെത്തുമ്പോൾ, ശത്രു രാജ്യത്തെത്തുമ്പോൾ അവരോട്, അവിടെയുള്ള പ്രമുഖനോട് എന്നെ സഹായിക്കണേ എന്ന് പറയുന്നത് പോലുള്ളൊരു സഹായതായിട്ടായിരുന്നു. അത് ഷിർക്കാണ് എന്ന് പറയാൻ, അതിനെക്കുറിച്ച് പറയുമ്പോൾ മനുഷ്യന്മാരോട് ചോദിക്കുമ്പോൾ ഷിർക്കാവില്ല. അപ്പോൾ ഇവിടെ ജിന്നുകളോട് ചോദിച്ചപ്പോൾ ഷിർക്കാണ് എന്ന് പറയാൻ കാരണം അവർ ജിന്നുകൾ ആരാധിച്ചിരുന്നു എന്നുള്ളതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണോ? അല്ലേ? ആണെങ്കിൽ എനിക്ക് ചോദ്യം, അല്ലെങ്കിലും ചോദ്യം ഇൻഷാ അല്ലാഹ് നിങ്ങളെ പറഞ്ഞിട്ട് പറയാം.
ആദ്യം പറഞ്ഞ വിഷയം ചെറിയ വിശദീകരണം ആവശ്യമുണ്ട്. ഇബ്നു അബ്ബാസുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യം, ഒന്ന്, ഇബ്നു അബ്ബാസിൽ നിന്ന് ഒരു അഖീദ സ്ഥിരപ്പെട്ടു വന്നാൽ അത് തെറ്റാണെന്ന് പറയാൻ ഒരു മുജാഹിദും തയ്യാറാവൂല എന്നാണ്. ഒരിക്കലും ഇബ്നു അബ്ബാസിന്റെ കാലത്തോ ഇമാം അഹമ്മദിന്റെ കാലത്തോ ഇതൊരിക്കലും അഖീദയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെട്ട വിഷയമേ അല്ല. അഖീദയുടെ വിഷയത്തിൽ ഈ ഹദീസ് ചർച്ചയിലേക്ക് വരുന്നത് തന്നെ 200 കൊല്ലം മുമ്പാണ്. അതിനു മുമ്പ് ലോകത്ത് ഈ ഹദീസ് ആരെല്ലാം കൈകാര്യം ചെയ്തുവോ അവരാരും വിശ്വാസ കാര്യങ്ങളുമായി അഖീദയുമായി ഈ ഹദീസിനെ ബന്ധപ്പെടുത്തിയിട്ടില്ല. ഉദ്ധരിച്ച ഇമാം തൊബറാനിയോ ഇമാം ബൈഹഖിയോ ഇബ്നു അബീ ശൈബയോ അതേപോലെ അബൂ യഅലയോ ഇബ്നു സുന്നിയോ അവരാരും അഖീദയുമായി ബന്ധപ്പെട്ട വിഷയത്തിലല്ല ഈ ഹദീസ് കൊണ്ടുവന്നത്. ഇപ്പൊ ഇബ്നു സുന്നി ഉദ്ധരിച്ചത് തന്റെ അമലുൽ യൗമി വൽ ലൈല എന്ന കിതാബിലാണ്. രാപ്പകലിൽ ഒരാൾക്ക് ചെയ്യാനുള്ള മൊത്തം കർമ്മങ്ങൾ വിശദീകരിക്കുന്നിടത്ത് യാത്രയിലാണെങ്കിൽ യാത്രക്കാരൻ പാലിക്കേണ്ട കുറെ മര്യാദകൾ പറഞ്ഞ കൂട്ടത്തിലാണ് അദ്ദേഹം ഇത് കൊണ്ടുവന്നത്. ഇമാം ബൈഹഖി ആണെങ്കിൽ അൽ ആദാബ് എന്ന കിതാബിലാണ് കൊണ്ടുവന്നത്, അദബുകൾ പഠിപ്പിക്കുന്നിടത്ത്. ഇനി ശേഷമുള്ള നബവി ഇമാമാണെങ്കിൽ അൽ അദ്കാർ ദിക്റുകൾ പറയുന്ന കിതാബിലാണ് അദ്ദേഹം കൊണ്ടുവന്നത്. ഇബ്നു തൈമിയ്യാണെങ്കിൽ അൽ കലിമുത് തയ്യിബ് വിശിഷ്ടമായ വചനങ്ങൾ എന്ന പേരിൽ നിത്യജീവിതത്തിലെ പല ദിക്റുകളും ദുആകളും പ്രാർത്ഥനകളും പഠിപ്പിക്കുന്ന കൂട്ടത്തിലാണ് യാത്രക്കാരുള്ള പല മര്യാദയും പറഞ്ഞ അവിടെയാണ് ഇത് പറഞ്ഞത്. ഇബ്നു ഖയ്യിം ആണെങ്കിലും അൽ വാബിലുസ് സയ്യിബ് എന്ന ദിക്റുമായി ബന്ധപ്പെട്ട ഗ്രന്ഥത്തിൽ തന്നെയാണ് ഇബ്നു ഖയ്യിം കൊണ്ടുവന്നത്. ഷൗക്കാനി ആണെങ്കിൽ തുഹ്ഫത്തുൽ ദാകിരീൻ ദിക്ർ ചൊല്ലുന്നവർക്കുള്ള സമ്മാനം എന്ന കിതാബിൽ യാത്രക്കാരന്റെ വാഹനം നഷ്ടപ്പെട്ട പറയേണ്ടത് എന്ന പേരിലാണ് കൊണ്ടുവന്നത്. അപ്പൊ അവരാരും ഇതിനെ അഖീദയുമായി ബന്ധപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ഇബ്നു അബ്ബാസിന് കിട്ടിയ അഖീദയുടെ വിഷയം എന്ന് പറയാൻ വകുപ്പില്ല. ഇത് അഖീദയിലേക്ക് ബന്ധപ്പെടുത്തിയത് സൈനി ദഹ്ലാൻ എന്ന് പറയുന്ന ലോക ഖുറാഫിയാണ്. അയാൾ ഇത് ദുർവ്യാഖ്യാനിച്ചിട്ട് ഇത് ഇസ്തിഗാസക്ക് തെളിവാണ് എന്ന് പറഞ്ഞു. ഏതുപോലെ വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിനാ എന്ന ആയത്ത് ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടുന്നു. എന്നാൽ ഈ ആയത്തിനെ അത്തരം ഒരു തലത്തിൽ ഈ ആയത്തിനെ അത്തരം ഒരു തലത്തിലേക്ക് ചർച്ച കൊണ്ടുവന്നത് ആരാ? കാന്തപുരം മുസ്ലിയാരാ. അതിനു മുമ്പ് ലോകത്ത് ഈ ആയത്ത് വ്യാഖ്യാനിച്ച ഖുർആൻ വ്യാഖ്യാതാക്കൾ മുഫസ്സിറുകൾ അവരാരും വസ്അൽ മൻ അർസൽനാ എന്ന ആയത്തിനെ ഒരു അഖീദയുമായി ബന്ധപ്പെടുത്തി സംസാരിച്ചിട്ടില്ല. ഇത് ഇസ്തിഗാസ ചെയ്യാൻ പറ്റോ ഇല്ലേ, അല്ലാഹ് വിളിക്കാൻ പറ്റോ ഇല്ലേ എന്ന ചർച്ച ഒരു തഫ്സീറും നമ്മൾ കാണൂല, അമാനി പരിഭാഷയിൽ പോലും കാണൂല. കാരണം അമാനി മൗലവി പരിഭാഷ ചെയ്യുന്ന കാലത്തും ഈ ആയത്ത് അങ്ങനെ ദുർവ്യാഖ്യാനിച്ചിട്ടില്ല. പിന്നീട് KP മുഹമ്മദ് മൗലവിയുടെ അൽ ഇസ്തിഗാസ എന്ന പുസ്തകത്തിൽ പറഞ്ഞു, തലശ്ശേരിയിൽ വെച്ച് നടന്ന ഒരു വാദപ്രതിവാദത്തിൽ ഈ ആയത്ത് അവർ കൊണ്ടുവന്നു. പരസ്യവേദിയിൽ ആദ്യമായി അവർ കൊണ്ടുവന്നത് കൊട്ടപ്പുറം സംവാദത്തിലാണ്. അവിടെ മുതൽ ഇങ്ങോട്ടാണ് ഈ ആയത്ത് അഖീദ എന്ന വിഷയത്തിലേക്ക് ചർച്ചയിൽ കയറി വരുന്നത്. അതിനു മുമ്പ് ആ ചർച്ചയില്ല. എന്നതുപോലെ ഈ ഹദീസ് യാ ഇബാദല്ലാഹ് എന്ന ഹദീസ് അഖീദയുമായി ബന്ധപ്പെട്ട വിഷയമേ അല്ല. അഖീദ വിഷയത്തിൽ ചർച്ച വന്നിട്ടുമില്ല. എന്നാൽ സമസ്തക്കാർ ദുർവ്യാഖ്യാനിച്ച നമ്മുടെ നാടുകളിൽ ഇത് ഇസ്തിഗാസക്ക് തെളിവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ മുതലാണ് അഖീദയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ ഹദീസിൽ ചർച്ച വരുന്നത് തന്നെ. അതുകൊണ്ട് ഇബ്നു അബ്ബാസ് എന്ന് ഒരു അഖീദയായി പഠിപ്പിക്കപ്പെട്ട സാധനം അല്ല ഇത്. മറിച്ച് യാത്രക്കാരൻ യാത്രയിൽ വാഹനം നഷ്ടപ്പെട്ടാൽ ഇങ്ങനെ പറയാം എന്ന് അദ്ദേഹം പറഞ്ഞു. അതൊരു അഖീദല്ലല്ലോ. ഒരു യാത്ര പോണ ആളെ വഹിക്കുന്നത് ചായപ്പൊടി പോയി ചായ കുടിക്കാം എന്ന് പറഞ്ഞാൽ അഖീദയാണോ? യാത്രക്കാരൻ അയാളെ യാത്രയിൽ പാലിക്കേണ്ട പല മര്യാദകളും ചൊല്ലേണ്ട പല ദിക്റുകളും എല്ലാം പറഞ്ഞ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു മര്യാദ പഠിപ്പിക്കപ്പെട്ടുവെന്നേ ഉള്ളൂ. അത് അഖീദയുമായി ബന്ധമുള്ളത് അല്ല, തൗഹീദ് ശിർക്കുമായി ബന്ധപ്പെട്ട വിഷയവും അല്ല. സമസ്തക്കാർ ദുർവ്യാഖ്യാനിച്ച് ശിർക്ക് തെളിവാക്കാൻ കൊണ്ടുവന്നപ്പോൾ നിങ്ങൾക്ക് തെളിവല്ല എന്ന് പറഞ്ഞുള്ളൂ. കാരണം ഇത് അഭൗതികമാണെങ്കിൽ ഇബ്നു അബ്ബാസ് അഭൗതികം വിളിച്ചെന്ന് പറയേണ്ടി വരും. അതില്ല. അവിടെയാണ് നമ്മളിത് പറഞ്ഞത്. അപ്പൊ യഥാർത്ഥത്തിൽ ഇബ്നു അബ്ബാസിന് അഖീദ കിട്ടിയ സ്വീകരിക്കാം. ഇബ്നു അബ്ബാസിന് അഖീദ കിട്ടിയിട്ടില്ല. പിന്നെ ഉള്ളത് ഇബ്നു അബ്ബാസിന് ഹസനായി കിട്ടിയാൽ ഒരു ഇബാദത്ത് തെളിവാക്കാൻ പറ്റോ ഇല്ലേ? അത് പറ്റില്ല. അതാണ് ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് പറഞ്ഞത്, ഇതൊരിക്കലും മൗഖൂഫ് ഹസനാണെങ്കിലും മർഫൂഇന് ഹുക്മ കൊടുക്കാൻ പര്യാപ്തമല്ല. സ്വഹാബിയുടെ വാക്ക് നബിയുടെ വാക്കിന്റെ നിലവാരം കൊടുക്കാൻ പറ്റുന്നതും പറ്റാത്തതും ഉണ്ട് എന്ന് ഒരു അടിസ്ഥാന നിയമമാണ്. അതിന് ഒരുപാട് നിബന്ധനകൾ പാലിക്കപ്പെടേണ്ടതുണ്ട്.
ആ നിബന്ധനകൾ ഇബ്നു അബ്ബാസിന് ഈ വചനത്തിൽ പാലിക്കപ്പെട്ടിട്ടില്ല. അതിനാൽ ഇതിനൊരിക്കലും മർഫൂഇന്റെ വിധി കൊടുക്കാവതല്ല. അതിനാൽ ഒരു ഇബാദത്ത് സ്ഥിരപ്പെടാൻ ഇത് തെളിവാക്കാവതുമല്ല എന്നാണ് ഷെയ്ഖ് അൽബാനിയൊക്കെ സിൽസിലത്തുൽ ദഈഫയിൽ വിശദീകരിച്ചത്. പിന്നെ മറ്റൊന്നുള്ളത് ഇബ്നു കസീറിന്റെ വിഷയമാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാ തഫ്സീറിൽ സൂറത്തുൽ ജിന്നിൽ 6-ാമത്തെ ആയത്തിൽ വഅന്നഹു കാന റിജാലുൻ മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ഫസാദൂഹും റഹഖാ എന്ന ആയത്തിൽ പല മനുഷ്യന്മാരും പല ജിന്നുകളോടും അഭയം തേടുമായിരുന്നു, അത് അവർക്ക് ഗർവ് വർദ്ധിപ്പിച്ചു എന്ന ആയത്ത്. അതിങ്ങനെ കൊടുക്കുമ്പോ അവർ ആരാധിക്കുന്നവരെ പറ്റിയാണ് എന്ന് ഞാൻ പറഞ്ഞു. അത് ശരിയല്ല എന്നാണ് ഇപ്പൊ സുനീറിന്റെ കണ്ടുപിടുത്തം. ഞാൻ പറഞ്ഞു, ഞാൻ KJUവിലെ മെമ്പറാണ്. ആ KJUവിന്റെ പേരിൽ ഇറങ്ങിയ പുസ്തകമാണിത്. ഈ പുസ്തകത്തിലാണ് പറഞ്ഞത് എന്ന് മാത്രമല്ല, ചിലർ ജിന്നുകളെ ആരാധിക്കുകയും ജിന്നുകളോട് കാവൽ തേടുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നെന്നും ഖുർആൻ പഠിപ്പിക്കുന്നു. وأنه كان رجال من الإنس يعوذون برجال من الجن فزادوهم رهقا. അപ്പൊ എന്താ, ജിന്നുകളെ ആരാധിക്കുന്ന അവസ്ഥയ്ക്ക് അറബികൾ എത്തിച്ചേർന്നു എന്ന് പറഞ്ഞിട്ടാണ് ഖുർആൻ പറയുന്നു എന്ന് പറഞ്ഞു കൊടുത്തത്. അപ്പൊ ആ അറബികൾക്ക് പതിവുണ്ട്, അവർ ജിന്നുകളെ ആരാധിച്ചവർ തന്നെയാണ്. ഇനി മാത്രല്ല, ഇബ്നു കസീർ ഉണ്ടല്ലോ, ഒരു നാട്ടിലേക്ക് പോകുമ്പോ അവിടുന്ന് ഒരു കാര്യപ്പെട്ട ഒരാളെ പിടിച്ച് കയറിപ്പോണ പോലത്തെ ഒരു പോക്കാണ് എന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാ എന്താ പറഞ്ഞത്? തഫ്സീർ ഇബ്നു കസീറിൽ സൂറത്തുൽ ജിന്നിൽ ഈ ആയത്ത് വിശദീകരിക്കുന്നുണ്ട്. അവിടെ ആ അറബികൾ ചെയ്ത പണി, ആ അറബികളെ വിശ്വാസം, അതെല്ലാം അദ്ദേഹം അവിടെ വിശദീകരിച്ചു. ആ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇത് അവരുടെ ഒരു പതിവ്. എന്ന് പറഞ്ഞിട്ട് ഇത് ജിന്നുകൾ പറയുന്നതായിട്ടാണല്ലോ അല്ലാഹ് നമുക്ക് ഇറക്കി തരുന്നത്. ജിന്നുകൾ മുസ്ലിം ആയതിനു ശേഷം അവര് പറയാണ്, ജിന്നുകൾ മനുഷ്യന്മാരിൽപ്പെട്ട ചിലർ ജിന്നുകളിൽപ്പെട്ട ചിലരോട് കാവലിനെ തേടുമായിരുന്നു, അത് അവർക്ക് ഗർവ് വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു എന്ന് ജിന്നുകൾ പറഞ്ഞു എന്ന് അള്ളാഹു നമുക്ക് പറഞ്ഞു തരികയാണ്. നബിയുടെ ഖുർആനോത്ത് കേട്ട് ഇസ്ലാം സ്വീകരിച്ച് മുസ്ലിമായി വന്ന ജിന്നുകൾ അവര് പിന്നെ പറഞ്ഞു കൊടുക്കുക, പണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, അത് കേൾക്കുമ്പോ ഇങ്ങനെയാണ് സംഭവിച്ചിരുന്നത് എന്ന് അവര് പറഞ്ഞു കൊടുത്തത് അള്ളാഹു നബിക്ക് വഹയായി അറിയിച്ചു കൊടുത്തു. അതാണല്ലോ ഈ ആയത്ത്. അതിന് കൊടുക്കുന്ന വിശദീകരണം, കുന്നാനറ, ജിന്നുകൾ പറയാ, ഞങ്ങൾ കാണുമായിരുന്നു, അഭിപ്രായപ്പെടുമായിരുന്നു, അന്നദനാ ഫദ്ലൻ അലൽ ഇൻസി, ഞങ്ങൾക്ക് ഇൻസുകളെക്കാളും ശ്രേഷ്ഠതയുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു. മനുഷ്യന്മാരെക്കാളും ശ്രേഷ്ഠത ജിന്നുകളായ ഞങ്ങൾക്കാണ് എന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നു. കാരണം അന്നഹും കാനു, അവരായിരുന്നു യഊദൂന ബിനാ ഇദാ നസലു വാദിയൻ ഔ മകാനം മുഹിസൻ മിനൽ ബറാറി വഗൈരിഹാ, സൃഷ്ടികളാരുമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് അവർ എത്തിപ്പെടുമ്പോൾ അവർ ഞങ്ങളോട് ശരണം തേടാറുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ മനസ്സിലാക്കി ഓലക്കാളും ഉഷാർ ഞങ്ങളാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുമായിരുന്നു എന്ന് ഇവർ പിന്നെ വന്ന് പറഞ്ഞു കൊടുക്കുക. കമാ കാനത്ത് ആദത്തുൽ അറബി ഫീ ജാഹിലിയത്തിഹിം, ജാഹിലിയ കാലത്ത് അറബികളുടെ ഒരു സമ്പ്രദായമായിരുന്നു, ഒരു പതിവായിരുന്നു. എന്ത്? യഊദൂന ബിഅദീമി ദാലികൽ മകാനി മിനൽ ജാന്നി അൻ യുസീബഹും ബിശൈഇൻ യസൂഉഹും. ഈ അറബികളുടെ പതിവ്, അവർ ഒരു സ്ഥലത്തെത്തിയാൽ യഊദൂന ബിഅദീമി ദാലികൽ മകാനി മിനൽ ജാന്നി, ആ സ്ഥലത്തെ ജിന്നുകളുടെ നേതാവിനോട് അവർ കാവലിനെ തേടും. എന്തിനാ കാവല്? അൻ യുസീബഹും, ഇവരെ ബാധിക്കാതിരിക്കാൻ, ബിശൈഇൻ യസൂഉഹും, ഇവർക്ക് പ്രയാസകരമായ ദോഷകരമായ വല്ലതും ബാധിക്കാതിരിക്കാൻ വേണ്ടി അവർ ജിന്നുകളുടെ നേതാക്കന്മാർ കാവലിനെ തേടുമായിരുന്നു. അപ്പോൾ സ്ഥലത്തേക്ക് എത്തുമ്പോൾ വല്ല വിശ്വാസം എന്താണ്? ഞങ്ങൾക്ക് വല്ല എടുങ്ങാറുണ്ടാവോ, വല്ല ബുദ്ധിമുട്ടുണ്ടാവോ, ജിന്നു ഉപദ്രവിക്കൊന്നല്ല, വാൻ കാട്ടൊന്നല്ല ഇവിടെ പറഞ്ഞത്. അവർക്ക് പ്രയാസകരമായ ദോഷകരമായ വല്ലതും ബാധിക്കുന്നതില്ലെന്ന് ജിന്നിന്റെ നേതാവിനോട് കാവലിനെ തേടുമായിരുന്നു. അത് അവരുടെ പതിവാണ്. ഏതുപോലെ കമാ കാന അഹദുഹും യദ്ഖുലു ബിലാദ അഅദാഇഹി ഫീ ജിവാരി റജുലിൻ കബീരിൻ വദിമാമിഹി വഖഫാറതിഹി, അവർക്കുള്ള മറ്റൊരു പതിവാണെന്ത്? ഒരു നാട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ നാട്ടിലെ ഒരു കബീറായ, അവിടെയുള്ള പ്രഗത്ഭനായ ഒരു മനുഷ്യന്റെ ഉത്തരവാദിത്വത്തിൽ, അയാളുടെ സംരക്ഷണത്തിൽ അവർ ഒരു നാട്ടിലേക്ക് കയറിയിരുന്നത് പോലെ
അപ്പൊ മക്കത്തെ അറബികൾക്ക് രണ്ട് പതിവുണ്ട്. ഒന്ന്, ഒരു നാട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ നാട്ടിലെ കാര്യപ്പെട്ട ആളെ പിടിച്ച് അയാളുടെ ഉത്തരവാദിത്വം, അയാളുടെ സംരക്ഷണം ഇയാൾ വാങ്ങും. അങ്ങനെ ആ മനുഷ്യൻ നാട്ടിൽ പോയി പ്രഖ്യാപിക്കും, ഇയാളെ ഞാൻ ഏറ്റിട്ടുണ്ട്, ഞാൻ അയാൾ ആരൊന്നും ചെയ്യാൻ പാടില്ല. അതാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ പോകുമ്പോൾ വഴിയിൽ നിന്ന് ഇബ്നു ദുഗന്ന പറഞ്ഞത്, താങ്കളെപ്പോൾ പോകാൻ പാടില്ല, നിങ്ങളുടെ സംരക്ഷണം ഞാൻ ഏൽക്കാം. എന്നിട്ട് വന്നിട്ട് പ്രഖ്യാപിച്ചു, ഞാൻ ഇദ്ദേഹത്തിന് സംരക്ഷണം ഞാൻ ഏറ്റിട്ടുണ്ട്. അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓൾക്ക് ആ നാട്ടിൽ എന്തും പറയാൻ അവിടുത്തെ സിസ്റ്റം, എന്തും പറയാം, എങ്ങനെയും ജീവിക്കാം, ഓൾക്ക് എന്തും കാട്ടാ, ആരും പോലെ ഉപദ്രവിക്കൂല. പിന്നെ ബനെ പറ്റി പരാതി ഉണ്ടോ മറ്റാളോട് പോയി പറയും, നിങ്ങളെ ഏറ്റാളുടെ കൂടെ ഇടങ്ങാറായിട്ടുണ്ട്, ഇവിടെ അടങ്ങിക്കാൻ പറയണമെന്ന് അറിയും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വിട്ടേരെന്ന് അറിയും. അതാണ് റസൂലുള്ളാഹിന്റെ ഉത്തരവാദിത്തം അബൂ താലിബ് ഏറ്റപ്പോ മറ്റൊരു കുടുങ്ങിയത്. അപ്പോഴാ പോയി പറഞ്ഞത്, ഒന്നുകിൽ ഓനോട് എന്ത് ചെയ്യാ, ഒന്ന് നിയന്ത്രിക്കാൻ പറയാ, അല്ലെങ്കിൽ ഓനങ്ങോട് വിട്ടേര്, എന്താ വേണ്ടി വെച്ചത്. അതവിടെ ഒരു പതിവാണ്. എന്ന പോലെ അവരെ മറ്റൊരു പതിവാണെന്ത്, ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ നമുക്ക് വല്ല ബുദ്ധിമുട്ടും വരുമോ എന്ന് തോന്നിയിട്ട് എന്ത് ചെയ്യും, ഒരു ബുദ്ധിമുട്ടും വരാതിരിക്കാൻ ജിന്നുകളെ തലവനോട് കാവല്ല തേടും. അത് അവര് പതിവായിരുന്നു. എന്നിട്ട് പറയാം, ഫലമ്മാ റഅത്തിൽ ജിന്നു, ജിന്നുകൾ കണ്ടപ്പോൾ അന്നൽ ഇൻസ യഊദൂന ബിഹിം മിൻ ഖൗഫിഹിം മിൻഹും, തങ്ങളെ പേടിച്ചിട്ട് ഇവർ കാവലിൽ തേടുന്നുണ്ട് എന്ന് ജിന്നുകൾ കണ്ടപ്പോൾ സാദൂഹും റഹഖ ഐ ഖൗഫൻ വ ഇർഹാബൻ വ ദുഅറൻ, ഇവർക്ക് എന്തു ഗർവ്, അഹങ്കാരം വർദ്ധിച്ചു, ഭയം വർദ്ധിച്ചു. ഹത്താ ബഖു അശദ്ദ മിൻഹും മഖാഫതൻ വ അക്സറ തഅവ്വുദൻ ബിഹിം, അങ്ങനെ എന്ത് ചെയ്തു, കൂടുതൽ ഈ കാവലിൽ തേടല് അത് അങ്ങനെ തന്നെ നിലനിന്നു. അതുപോലെ സിസ്റ്റമാണ്. എന്നൊരു പറയാം സൗരി എന്ന് പറഞ്ഞിട്ട് വിശദീകരണം കൊടുത്തു. ശേഷം ഒരു മനുഷ്യൻ കുടുംബസമേതം പുറപ്പെടും, ഒരു സ്ഥലത്ത് ഇയാൾ എത്തും, അവിടെ ഇയാൾ ഇറങ്ങും, അപ്പൊ അയാൾ പറയും, അഊദു ബിസയ്യിദി ഹാദൽ വാദി. ഇതാണ് വായിക്കേണ്ടത്, ഇതാ മനസ്സിലാക്കാനുള്ളത്. അഊദു ബിസയ്യിദി ഹാദൽ വാദി, ഈ പ്രദേശത്തെ നേതാവിനോട് ഞാൻ കാവലിനെ തേടുന്നു, മിനൽ ജിന്നി, ജിന്നുകളിൽപ്പെട്ട. എന്തിനാ കാവല്? അൻ ഉദറ അന ഫീഹി, ഈ പ്രദേശത്ത് എനിക്ക് വല്ല ദുരിതവും ബാധിക്കുന്നതില്ലെന്ന്. ഔ മാലി, അല്ലെങ്കിൽ എന്റെ സമ്പത്തിന് വല്ല ദുരിതവും ബാധിക്കുന്നതില്ലെന്ന്. ഔ വലദി, എന്റെ മക്കൾക്ക്. ഔ മാശിയത്തി, എന്റെ കന്നുകാലികൾക്ക്. അപ്പൊ എനിക്കോ എന്റെ സമ്പത്തിനോ എന്റെ മക്കൾക്കോ എന്റെ കന്നുകാലികൾക്കോ വല്ല ദുരിതങ്ങളും ബാധിക്കുന്നതിൽ നിന്ന് ഞാൻ ഇവിടുത്തെ ജിന്ന നേതാവിനോട് കാവലിനെ തേടുന്നു. അതാണ് പോലെ ആദത്ത്, അതാ പോലെ പതിവ്. അതുകൊണ്ടാണ് KJU പറഞ്ഞത് ആരാധിക്കുന്ന പതിവുണ്ടായി എന്നത്. ഇതാണ് പറഞ്ഞാൽ ഒരു പ്രശ്നം വരില്ല എന്നായിരുന്നു അവർ വിചാരിച്ചിരുന്നത്. അങ്ങനെ ചെയ്യും. അപ്പൊ ഇവിടെയാണ് എന്തു പറഞ്ഞത്, ഇവര് ആരാധിച്ചു എന്ന് പറഞ്ഞത്. അത് കേവലം ഈ ബുക്കിൽ മാത്രമല്ല, നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്ത ഒട്ടുമിക്ക മുൻകാല പ്രസിദ്ധീകരണത്തിലും പറഞ്ഞ എന്താണ്, ഇവർ ആരാധിക്കുന്ന പതിവുണ്ട്. അപ്പൊ ഈ നാട്ടിലൂടെ ചെല്ലുമ്പോൾ ഇതാണ് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കൊരു പ്രശ്നം വരൂല എന്നൊരു വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് ഇതൊരു പറയും, അങ്ങനെ ഒരു സുരക്ഷിതമായി കടന്നു പോകും. സുരക്ഷിതമായി കടന്നു പോകുമ്പോൾ എന്റെ വിശ്വാസം എന്താ, ഞാനത് പറഞ്ഞതുകൊണ്ട് എനിക്ക് സുഖമായിട്ട് പോകാൻ പറ്റി എന്നാണ്. എന്നിട്ട് ഇബ്നു കസീർ പറഞ്ഞ ഒരു വാചകം കൂടി അതുകൊണ്ട് മനസ്സിലാക്കണം. ഇബ്നു കസീർ പറയാം, ഇത് വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, കാനൽ ജിന്നു യഫ്റുഖുന മിനൽ ഇൻസി കമാ യഫ്റുഖുൽ ഇൻസു മിൻഹും ഔ അശദ്ദ. ജിന്നുകൾ മനുഷ്യന്മാരെ കണ്ടാൽ പേടിച്ചോടുമായിരുന്നു. മനുഷ്യൻ ജിന്നിനെ കണ്ടാൽ ജിന്നിനെ നിന്ന് പേടിക്കുന്നത് പോലെ. ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോ ഈ മനുഷ്യന്മാര് പേടിക്കുന്നു, ജിന്ന് വേണ്ടാവോ. മനുഷ്യൻ വരുമ്പോഴോ ജിന്നും പേടിക്കണ്. ഒരു വേജാറായി മണ്ടുന്ന, എടാ ഒരു ഇൻസ് വരുന്നുണ്ട് വണ്ടിക്കോ എന്ന് പറഞ്ഞിട്ട് ഓലൊക്കെ പണം ചെയ്യും, വണ്ടി തള്ളിയെടുക്കും. അപ്പൊ ഓർക്ക് ഇൻസിനെ പേടിയാറുന്നത്. അങ്ങനെ ഇവര് മണ്ടുമ്പോ എന്താണ്, മനുഷ്യന്മാർ ഒരു വാദിയിലേക്ക് താഴ്വരയിലേക്ക് ചെന്നിറങ്ങിയാൽ ജിന്നുകൾ ഓടും. അപ്പൊ ഈ മനുഷ്യന്മാർ നേതാവ് പറയും, ഈ പ്രദേശത്തെ ജിന്നിന്റെ നേതാവിനോട് ഞങ്ങൾ കാവലിനെ തേടുന്നു എന്ന് ഇവര് പറയും. അപ്പൊ മണ്ടോന്ന് കേൾക്കുകയാണ്, മറ്റോ പേടിച്ച് വണ്ട ഇവനെ പേടിച്ചിട്ട്. അപ്പോഴാ ഇവ എന്ത് പറയണത്, ജിന്നിന്റെ നേതാവിനോട് കാവലിനെ തേടുന്നു. അപ്പോൾ നിൽക്കും. ജിന്നു, അപ്പൊ ആ ജിന്നുകൾ പറയും, നമ്മൾ ഓലെ കണ്ട് പേടിക്കണ പോലെ ഓർക്ക് നമ്മളും പേടിയാണല്ലോ എന്നറിയും. ഓർക്ക് നമ്മളെ പേടിയാ, പിന്നെന്തിനാണ് നമ്മൾ വണ്ടിന് അറിയും. എന്നാ അവിടെ ഒന്ന് പേടിപ്പിച്ച് നോക്കാന്നറിയും. പറയട്ടെ, ഒന്ന് പേടിപ്പിച്ച് നോക്കാന്ന് പറയും.
അങ്ങനെ ഇൻസി, അപ്പൊ ആ ജിന്നെന്തെയും ഇൻസിനത്ത് ഇങ്ങോട്ട് വരും. എന്നിട്ട് അങ്ങനെ അവർക്ക് ഭ്രാന്തും മറ്റുമൊക്കെ ഉണ്ടാക്കും. അപ്പൊ ഇത് പണിട്ട് എടുങ്ങാറാക്കുക. അപ്പൊ മറ്റോൻ പേടിച്ച് വണ്ടേനു ഇവനെ കണ്ടപ്പോ. നമ്മൾ പാമ്പിനെ കണ്ട പോരാ, നമ്മളെ കണ്ട പാമ്പ് ഓടും. കാരണം നമ്മൾ തല്ലുമെന്ന് മേടിച്ചിട്ട്, നമ്മൾ തല്ലും എന്തിന്, പാമ്പ് കൊത്തുമെന്ന് മേടിച്ചിട്ട്. പാമ്പിനെ പേടി നമ്മൾ തല്ലുമെന്നാ, അതുകൊണ്ടാണ് കൊത്താൻ പറ്റുന്നത്. നമുക്ക് പേടി കൊത്തുവെന്നാ, അതുകൊണ്ട് തല്ലാൻ പോണത് എന്ന് പറഞ്ഞപ്പോൾ ഇവൻ പേടിച്ചു വണ്ട. അപ്പോഴാ മറ്റോനെ തേട്ടം ജിന്നിന്റെ നേതാവിനോട്, എടാ ഓർക്ക് നമ്മൾ പേടിയാണല്ലോ, എന്നാ നെട്ടിച്ചു നോക്കാന്നറിയും. അപ്പൊ വന്നിട്ട് നെയ്യും ഇവന് വല്ല ഭ്രാന്തോ മറ്റുണ്ടാക്കും. അപ്പൊ യഥാർത്ഥത്തില് ഈ സയ്യിദ് ഈ വിളി കേൾക്കുന്നില്ല, സയ്യിദ് അറിയുന്നില്ല, സയ്യിദ് അങ്ങനത്തെ വിഷയം അറിയുന്നില്ല, അവിടെ സയ്യിദ് ഉണ്ടോ അല്ലേ അതും അറിയില്ല. ഇവന്റെ ഒരു ആദത്താണെന്ത്, ആ സ്ഥലത്ത് എത്തുമ്പോ അഊദു ബി സയ്യിദി ഹാദൽ വാദി, ഇത് കേൾക്കുമ്പോ മറ്റോൻ കേൾക്കാം അവിടെ ഉള്ള ജിന്ന്. അപ്പൊ ഓന് മനസ്സിലായി ഇവർക്ക് നമ്മളെ പേടിയാണ്, എന്നാ ഓനൊന്ന് നെട്ടിക്കണം, അപ്പോൾ ഇങ്ങണ്ടനെ വരും. ഇതാണ് അവർ ചെയ്ത പണി. അപ്പൊ സയ്യിദിനോട് വിളിച്ചു, ആ വിളി ശരണത്തേട്ടമാണ്, ഇസ്തിആദത്താണ്, ശിർക്ക് തന്നെയാണ്, സംശയമില്ല. നിങ്ങൾ പറഞ്ഞ മറുപടി തന്നെയാണ് ഇൻഷാ അല്ലാഹ് ഞാൻ പ്രതീക്ഷിച്ചത്. ഞാൻ ചോദ്യത്തിന് ഈ രീതിയിലല്ല, എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ആരാധന ചെയ്യുന്ന ഇതായതുകൊണ്ടാണ് ആ ഭൗതിക നേട്ടം ശിർക്കായത് എന്നാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, എൻ്റെ ചോദ്യം ഞാൻ ആദ്യം ചോദിക്കാൻ ഉള്ളതും നിങ്ങൾ അതിൽ കൂടുതൽ വിശദീകരണത്തിൽ പോയതാണ്. എനിക്ക് അത്ര കിട്ടേണ്ടിയിരുന്നുള്ളത്, അവർ ആരാധിച്ചതുകൊണ്ടാണ് ഭൗതികമായ പോലുള്ള ഒരു സഹായതേട്ടം പോലും ശിർക്കായത്. ആരാധന ഉള്ള ഒരു ഇതാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ വാദം ഇവിടെ കേൾക്കുന്ന കുറേ ആളുകളുണ്ട്. ഇവർ ഇതുപോലെ ഒരു വിജന പ്രദേശത്തോ അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ പിശാചുക്കൾ അവിടുന്ന് ഉപദ്രവിക്കരുത് എന്ന് വിചാരിച്ചുകൊണ്ട് അവരോട് ശരണം തേടിയാൽ അത് ശിർക്കാണോ അല്ലേ? ഇതാണ് ഞാൻ ചോദിക്കാൻ വിചാരിച്ചത്. തന്നെയാണ് 100%. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, സക്കരിയ സലാഹി നാദാപുരം, ഞാൻ പറഞ്ഞ നാദാപുരത്തുള്ള അബ്ദുൽ അസീസിനോട്, അവിടുത്തെ ISMന്റെ സെക്രട്ടറിയോട് പറഞ്ഞത്, റമദാനിലുള്ള പിശാചിനോട് എന്നെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞാൽ അത് ശിർക്കല്ല എന്നാണ്. അത് വിഷയം പറയാണ്, അത് വിഷയം വേറെയാണ്. അത് അബ്ദുൽ അസീസിനോട് സുലാഹി പറഞ്ഞ സന്ദർഭവും സാഹചര്യവും എല്ലാം ഉണ്ടാവും. അനുസരിച്ചാണ് യഥാർത്ഥത്തിൽ ഇവിടെ സക്കരിയ സുലാഹി പറഞ്ഞത് എന്ത്, അല്ലെങ്കിൽ അദ്ദേഹം വിശദീകരിച്ചത് എന്ത് എന്നതല്ല. സുലാഹിയോട് ചോദിച്ചപ്പോൾ സുലാഹി നൽകിയ വിശദീകരണം അടക്കം കേട്ട ഒരു കുഴപ്പമുണ്ടാവില്ല. അതിന് കഷ്ടം മുറിച്ച് അവിടെ എങ്ങനെ പറഞ്ഞു ഇവിടെ എങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോഴാണ് പ്രശ്നമുള്ളത്. ഇനി പക്ഷെ അപ്പുറത്ത് വീട് എന്ന് പറയും, ഫൈസൽ മുസ്ലിയാർ ഇത് ശിർക്ക് എന്ന് പറഞ്ഞല്ലോ എന്ന് പറയും. ശിർക്ക് തന്നെയാണ്, ഞാൻ ശിർക്ക് എന്ന് പറഞ്ഞ് സുലാഹിയും ശിർക്ക് തന്നെ പറയുന്നു, ഒരു സംശയവുമില്ല. ഇവിടെ യഥാർത്ഥത്തിൽ കേവലമായ ഭൗതിക വിളിയായിട്ട് പോലും ശിർക്കായില്ല. ഇത് കേവലം ഭൗതിക വിളിയല്ല, ഈ വിളി അഭൗതിക വിളി തന്നെയാണ്. കാരണം ഇവന്റെ വിശ്വാസം എന്താണ്, ഞാൻ അവിടെ ചെന്നിട്ട് ജിന്നിന്റെ അലീമിനോട് തേടിയാൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും വരൂല, എനിക്ക് മാത്രമല്ല എന്റെ കുടുംബത്തിനും വരൂല, എന്റെ നാക്കാലികൾക്കും വരൂല, എന്റെ കുട്ടികൾക്കും വരൂല, എന്റെ സ്വത്തിനും വരൂല, ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവൂല എന്നാവും അവന്റെ വിശ്വാസം. അതാണ് അൻ ഉളറ അന ഫീഹി ഔ മാലി ഔ വലദി ഔ മാശിയതി ഔ അഹ്ലി, എനിക്കോ എന്റെ കുടുംബത്തിനോ എന്റെ മക്കൾക്കോ എന്റെ കന്നുകാലികൾക്കോ വല്ല ദുരിതങ്ങളും ബാധിക്കുന്നതിൽ നിന്ന് ഞാൻ കാവലിനെ തേടുന്നു. അവർക്ക് പ്രയാസകരമായ വല്ലതും ബാധിക്കുന്നില്ലെന്ന് കാവലിനെ തേടുന്നു. അത് കേവലം ഭൗതിക വിളിയല്ല, ആ വിളി അഭൗതിക വിളി തന്നെയാണ്. ഒന്നവിടെ സയ്യിദ് ഉണ്ട്, ഓൻ എവിടുന്ന് കിട്ടി? ആ ജിന്നുകൾക്ക് സയ്യിദ് തന്നെ ഉണ്ടോ ഇല്ലേ ആർക്കറിയാം. ഇനി സയ്യിദ് ഉണ്ടെങ്കിൽ ആ സയ്യിദ് അവിടെ ഉണ്ടോ ഇല്ലേ അതറിയില്ല. അപ്പൊ ആ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ജിന്നിന്റെ നേതാവെ എന്നെ കാക്കണേ എന്ന് പറഞ്ഞാൽ ആ വിളി തന്നെ അഭൗതികമാണ്. ഏതുപോലെ ഇപ്പൊ സുന്നാള് വിശ്വസിക്കുന്നു നമ്മൾ ഞങ്ങൾ കുത്തുബുസമാനാണ്, അങ്ങനെ കുത്തുബുസമാൻ ഉണ്ടാ ഇല്ലല്ലോ, അങ്ങനെ കുത്തുബുസമാൻ തന്നെ ഇല്ലല്ലോ, കുത്തുബന്നല്ലോ. പക്ഷെ മറ്റോ വിശ്വസിക്കുക കുത്തുബുസമാനാണ്, ഓം വിശ്വസിച്ചുകൊണ്ട സാധനം ഉണ്ടാവോ? കുത്തുബുസമാൻ ചേളാരിയിൽ ആ കുത്തുബുസമാനാ മഹാതട്ടിപ്പേരിന് ഓൻ കുത്തുബുസമാൻ പേരിട്ടുകൊണ്ട് കുത്തുബുസമാനാവോ? എന്ന പോലെ അഊദു ബി സയ്യിദി ഹാദൽ വാദി, അവിടെ സയ്യിദ് ഉണ്ട്, ആരാ പറഞ്ഞവനോട്? ആ സയ്യിദ് കാക്കും ആരെ പറഞ്ഞു? അപ്പൊ ഓന്റെ വിശ്വാസം എന്താ? ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സയ്യിദ് ഉണ്ട്, ആ സയ്യിദ് എന്നെ കാവൽ തരും. ഏത് വിഷയത്തില്? ഏത് വിഷയത്തിലും, എന്റെ സ്വത്തിലും എന്റെ മുതലിലും എന്റെ മക്കളിലും എന്റെ കന്നുകാലികളിലും എന്റെ കുടുംബത്തിലും എന്റെ സ്വന്തത്തിലും പിന്നെ ഒരു പ്രയാസം വരൂല. അത് അഭൗതിക വിളി തന്നെയാണ്, അത് ശിർക്ക് തന്നെയാണ്. അത് വിളിക്കാൻ അവർക്കുള്ള പ്രചോദനം എന്താ? അവർ ജിന്നുകൾ ആരാധിക്കുന്നവരായിരുന്നു. ഈ വിളി വിളിക്കാൻ അവർക്കുള്ള പ്രചോദനം അവർ ജിന്നുകളെ ആരാധിക്കുന്ന കൗമായിരുന്നു. ജിന്നുകളെ കുറിച്ച് അത്തരം ഒരുപാട് വിശ്വാസമുള്ള ആളുകളായിരുന്നു. ജിന്നുകളുമായി ബന്ധപ്പെട്ട് പലതരം അന്ധവിശ്വാസങ്ങളും വെച്ചു പുലർത്തിയ ആളുകളായിരുന്നു. ആ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഓലെ ഈ വിളി വിളിച്ചത്. ഈ വിളി അഭൗതികമാണ്, ഇത് ശിർക്കാണ്. അത് ഇന്ന് വിളിച്ചാലും അഭൗതികം തന്നെയാണ്, എന്ന് വിളിച്ചാലും ശിർക്ക് തന്നെയാണ്, ഒരു സംശയമില്ല. ഒരു മിനിറ്റ് സുനീർ, നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ നിങ്ങൾക്ക് ഒരു ചോദ്യം കൂടി ചോദിക്കാനുള്ള അവസരം ഉണ്ട് ഇൻഷാ അല്ലാഹ്. ബാക്കി പിന്നെ പെൻഡിങ്
നിങ്ങൾക്ക് എല്ലാ ചോദ്യം ചോദിക്കാം ഇൻഷാ അല്ലാ. ഇനി ചോദ്യകർത്താക്കൾ ഉണ്ടെങ്കിൽ അവരുടെ ചോദ്യം കഴിഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ചോദ്യം കൂടി ഈ വിഷയത്തിൽ ചോദിക്കാം. അത് ഇയാളത് കഴിഞ്ഞാൽ ഞാൻ അടുത്ത ആൾ വരുന്നുണ്ടെങ്കിൽ അവർ ചോദിക്കും. ഇത് പഠിക്കാനുള്ള വളരെ ഒരു സ്നേഹ സംവാദമാണ്. ഞാൻ ചോദിച്ചത് ജിന്നുകളുടെ നേതാവിനോട് ചോദിക്കുന്നു എന്നല്ല. സക്കരിയ സുലാഹി പറഞ്ഞതുപോലെയുള്ള ഒരു പുഴക്കരയിലുള്ള ജിന്നിനോട് വിളിക്കുന്നത് പോലെയുള്ള അവിടെ ഉണ്ടെങ്കിൽ എന്നെ സഹായിക്കട്ടെ, പിശാച്ച് എന്നെ ഉപദ്രവിക്കാതിരിക്കട്ടെ എന്നുള്ളത് പോലെ അവരോട് ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞാൽ ശിർക്കാവൂ? അവിടെ ജിന്നിന്റെ നേതാവ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ടെന്നല്ല പറഞ്ഞു. ഈ കൂട്ടത്തിലുള്ള ആൾക്കാർ ഇപ്പൊ വിശ്വസിക്കുന്ന ഈ വിശ്വാസപ്രകാരം വിളിച്ചാൽ ശിർക്കാവൂ എന്നാണ് ഞാൻ ചോദിച്ചത്. അതിനെന്ത് പറയേണ്ട കാര്യമില്ല. ജിന്നുകളുടെ നേതാവിനോട് ചോദിച്ചു. അല്ല, ജിന്നുകളുടെ നേതാവ് പറഞ്ഞത് ഈ പറഞ്ഞതിനാണ്. നിങ്ങളാണ് ഇബ്നു കസീർ ഉദ്ധരിച്ചത്, നിങ്ങളാണ് ആയത്ത് പറഞ്ഞത്. ഞാൻ പറയട്ടെ, സൂറത്തുൽ ജിന്നിലെ ആയത്ത് ചോദ്യം മനസ്സിലായി, എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. ചോദിച്ചേക്കണേ, ഇന്ന് ഈ കുട്ടികളും വിളിച്ചാൽ ശിർക്കാവോന്നല്ലേ? അതുമല്ലേ ചോദ്യം? പെങ്ങൾ വിളിച്ചാൽ ശിർക്കാവോന്നാ? സക്കരിയ സുലാഹി പറഞ്ഞത് പോലെ ഇന്ന് ഇവിടെ വിളിച്ചാൽ ശിർക്കാവോന്നല്ലേ ചോദ്യം? ഞാൻ ചോദിച്ചോളാം. ഉത്തരം കൂടി നിങ്ങൾ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. ഞാൻ പറയുന്നത് സക്കരിയ സുലാഹി നാദാപുരത്തുള്ള അബ്ദുൽ അസീസിനോട് പറഞ്ഞതുപോലെ റമദാനിൽ പിശാചി റമദാനിൽ എന്നെ ഉപദ്രവിക്കരുത് എന്നത് പറയുന്നത് പോലെ ഒരു പേടിപ്പെടുത്തുന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ജിന്നുകളോട് എന്നെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിച്ചുകൊണ്ടാണല്ലോ പറയണത്. സക്കരിയ സുലാഹി പറഞ്ഞത് വിശ്വസിക്കാതെ പറഞ്ഞതിൽ പൊട്ടത്തരം എന്ന് പറയുള്ളൂ. ശിർക്കൊന്നും പറയില്ല, ഹറാമൊന്നും പറയില്ല, ഒന്നും പറയില്ല. ഒരാൾ വെറുതെ ഇങ്ങനെ വിളിച്ചപ്പോൾ നമ്മളും കളിക്കാണ്ട് മമ്പുറത്ത് തങ്ങളെ രക്ഷിക്കണമെന്ന് പറയാറുണ്ട്. അപ്പൊ ആ രീതിയിലല്ല പറഞ്ഞത്. സക്കരിയ സുലാഹി മമ്പുറത്ത് തങ്ങളെ രക്ഷിക്കണമെന്ന് അത് ശിർക്കാന്ന് പറയാൻ വേണ്ടി നമ്മൾ കളിയാക്കി പറയാറുണ്ട്. അങ്ങനെ വിളിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് നിങ്ങളും പറയാറുണ്ട്, എല്ലാവരും പറയാറുണ്ട്. ആ രീതിയിലുള്ള കളിയാക്കുന്ന രീതിയിലല്ല വെച്ചത്. സക്കരിയ സുലാഹി ആ ക്ലിപ്പിൽ പറഞ്ഞെന്താ, എന്നെ രക്ഷിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടെന്നാണ്. അതുകൊണ്ട് വിശ്വാസത്തോടു കൂടി തന്നെയാണ് പറഞ്ഞത്. ഈ പിശാച് എന്നെ ഉപദ്രവിക്കരുത് എന്ന് കിട്ടില്ല എന്നുള്ളത് വേറൊരു വിഷയമാണ്. പിശാച് എന്നെ ഉപദ്രവിക്കരുത് എന്ന് വിശ്വസിച്ചത് കൊണ്ട് എന്നെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞാൽ ഷിർക്കാണോ? അല്ലേ? ഷിർക്കാണ് എങ്കിൽ നിങ്ങൾ ഇതാക്കണ്ടേ. സക്കരിയ സുലാഹി നാദാപുരത്ത് പറഞ്ഞത് എന്താണ്, അത് ഏതാണെന്നും അത് വേറൊരു വിഷയമാണെന്ന് പറഞ്ഞു. അത് വേറെ വിഷയം എന്താന്ന് പറയണം, അല്ലെങ്കിൽ ഇത് ഷിർക്കാണോ അല്ലേ എന്ന് പറയണം. ഞാൻ ചോദിക്കുന്നത് അവിടെ ജിന്നുകളുടെ നേതാവോടൊന്നല്ല, ജിന്നുകളുടെ നേതാവിനോട് എന്നല്ല ഞാൻ പറയുന്നത്. ഈ പിശാചിനോടുള്ള ഒരു ഇസ്തിയാദത്ത്, അവരോട് നമ്മളെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞാൽ അത് ശിർക്കാവുമോ? എങ്കിൽ ശിർക്കാവും എന്നാണെങ്കിൽ സൂറത്തിനോട് പറഞ്ഞത് എന്താണെന്നാണ്. ഇനി ഞാൻ ഒറ്റ സെക്കൻഡ് എടുത്തോട്ടെ. നിങ്ങൾ ഇന്ന് ഇവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. സമയം ഉണ്ടെങ്കിൽ വീടാണല്ലോ, നമുക്ക് വീടാണല്ലോ, ഒരു സമയം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇത് മുഴുവനും ഞാൻ പറയില്ല. നിങ്ങളിപ്പോൾ പറഞ്ഞ അഹമ്മദിന്റെ സംഭവമായാലും എല്ലാ സംഭവമായാലും അറബിയിൽ പറഞ്ഞിട്ടൊന്നുമില്ല, പച്ച മലയാളത്തിൽ ഇവിടെ ഉള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഇൻഷാ അല്ലാഹ് എനിക്ക് കഴിയും. ഇവിടെ സമയമില്ല, നിങ്ങൾ നിങ്ങളുടെ ടൈം തരണം, ഞങ്ങൾ അടുത്തുള്ള വീട്ടിലേക്കോ. ശരി, അപ്പൊ ഏതായാലും എനിക്ക് സുനീറിനൊന്ന് കിട്ടിയ കുറച്ച് കാര്യങ്ങൾ പഠിക്കാന്നുണ്ട്. ഈ വിഷയങ്ങളൊക്കെ പഠിപ്പിച്ചു തരാൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ഒന്ന് സ്വസ്ഥമായി ഇരുന്ന് പറഞ്ഞു വേണം. ഇവിടുന്ന് പറഞ്ഞ പറ്റുള്ള ആവശ്യമില്ലല്ലോ. സ്വസ്ഥമായി നമുക്കൊന്ന് ഇരുന്നിട്ട് ഇൻഷാ അല്ലാഹ് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു തരണം. നമുക്കും പഠിക്കാലോ. അപ്പോൾ അതൊക്കെ തെറ്റുണ്ടെങ്കിൽ തെറ്റും പാടുള്ളൂ. അത് ഇൻഷാ അല്ലാഹ് ആവശ്യം നല്ലതൊക്കെ തന്നെ. അപ്പൊ സക്കരിയ സുലാഹി നാദാപുരത്ത് പറഞ്ഞ അവിടെ ഒരു അസീസ് എന്ന വ്യക്തിനോട് സംസാരിച്ചപ്പോ പറഞ്ഞു എന്നാ പറഞ്ഞത്. സക്കരിയ സുലാഹി ഇപ്പൊ അസീസിനെ പരിഹരിപ്പിക്കാണ്. അസീസെ ഒരു ശൈത്താനെ ഉപദ്രവിക്കാൻ പാടില്ല പറഞ്ഞാൽ ശിർക്കല്ലോ എന്ന് പറഞ്ഞ് തിരിച്ചു പോരുതല്ലോ. നേരെ ചെല്ല പെരിച്ച വെല്ലടിക്കാൻ എന്താ സുലാഹി, അല്ല ഒരു ശൈത്താനോട് സഹായിക്കണം, ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞാൽ ശിർക്കല്ല. അസ്സലാമു ഞാൻ പോവുക. ഇത് മാത്രമല്ലല്ലോ പറഞ്ഞിട്ടുണ്ടാവുക. ഇത് പറയാൻ വേണ്ടി മാത്രം സുലൈഹ അവിടെ ചെല്ലൂല്ലല്ലോ. ഒരു പ്രസംഗത്തിലാണ് സ്വാഭാവികമായിട്ട് നമുക്ക് ആ ഭാഗം പിന്നെ റെക്കോർഡോ കാര്യങ്ങൾ ഇപ്പോ സീഡിയോ ഒക്കെ ഉണ്ടാവും. ഇതൊരു വ്യക്തിയോട് സംസാരിച്ച സംസാരം സ്വാഭാവികമായിട്ടും ഈ ഒരു മിനിറ്റ് വർത്തമാനം പറഞ്ഞിട്ടല്ല പോകുന്നുണ്ടാവുക. സുനീറനെ പറഞ്ഞു വിശ്വാസം ഇല്ല, കേവലം വെറുതെ ആണെങ്കിൽ പൊട്ടത്തരാണ്. അതന്നെ ഇതിലുള്ളത്. അങ്ങനത്തെ വിശ്വാസം ഒന്നുമില്ല. അതേസമയം അങ്ങനെ ഞാൻ പറഞ്ഞ എന്നെ ഉപദ്രവിക്കാതെക്കുന്നു, അതിന് എനിക്കും എന്റെ രക്ഷ കിട്ടുന്നു, ആ നിലക്ക് വിശ്വാസമാണോ? ശിർക്കന്നെയാണ്, സംശയമൊന്നുമില്ല. അതിന് നാദാപുരത്തേക്കും പോകേണ്ട ആവശ്യമില്ല, അതിന് പേടിപ്പെടുത്തുന്ന സ്ഥലത്തേക്കും പോകേണ്ട ആവശ്യമില്ല. അതിന് പറഞ്ഞിട്ട് പിന്നെ നേരെ പേടിപ്പെടുത്തുന്ന സ്ഥലത്ത് എത്തിയാൽ എന്തിനാ പേടിപ്പെടുത്തുന്നത്? ശിർക്ക് എവിടെ എത്തിയാലും ശിർക്ക് തന്നെയാണ്. ശിർക്ക് അല്ലാത്തോ എവിടെയും ശിർക്കല്ലതാനോ. അതുകൊണ്ട് പിശാച്ചോ മലക്കോ ഏത് സൃഷ്ടിയാവട്ടെ, പിശാച്ചോ അല്ല ഏത് സൃഷ്ടിയാവട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എലിയ ആരാധിക്കുന്ന മനുഷ്യന്മാരുണ്ട്. അത് ഭൗതിക എന്നുള്ള കാര്യത്തിൽ നമുക്ക് രണ്ടാക്കും തർക്കമില്ല. എലി ഭൗതിക ഒരു തർക്കമില്ലല്ലോ. ആ എലിനോട് കാവലിനെ തേടുന്ന തേട്ടം പോലും ശിർക്കാകുമെന്ന് അല്ലേ നമ്മൾ ഒന്നു പറഞ്ഞെടുക്കുക. എലിയെ പൂജിക്കുന്ന മനുഷ്യനോട് നമ്മൾ എന്താ പറയാ? എലിയോട് നീ അർപ്പിക്കുന്ന നിന്റെ ഈ സഹായാർത്ഥന അത് ശിർക്കാണെന്നാണ്. എലി ഭൗതികാണ്, ഓനും ഭൗതികാണ്. എന്നിട്ടും ഓന്റെ ഈ സഹായാർത്ഥന ശിർക്ക് എന്ന് നമ്മൾ ഓനെ പഠിപ്പിച്ചു കൊടുക്കും. കൈ കൂപ്പിയാൽ പോലും ശിർക്ക് എന്ന് പഠിപ്പിച്ചു കൊടുക്കും. അപ്പൊ ശിർക്കും തൗഹീദും വേർതിരിഞ്ഞത് എവിടെ? വിശ്വാസത്തിലാണ്.
കേവലം ഒരു ചെയ്തി കൊണ്ട് മാത്രമല്ല. എലിയ മുമ്പിൽ കൈകൂപ്പുന്ന മനുഷ്യനോട് ഈ ചെയ്യുന്ന ശിർക്കാണെന്ന് പറയുന്നു. ഇവനും ഭൗതികം, എലിയും ഭൗതികം. കൈയങ്ങ് കൂപ്പി അതും ഭൗതികമായ പണി. പിന്നെന്തേ ശിർക്കായി? ഇവന്റെ വിശ്വാസമാണ് പ്രധാനം. അത് ശൈത്താന്റെ നേരെയായാലും ജിന്നിന്റെ നേരെയായാലും മലക്കിന്റെ നേരെയായാലും ഒരു മനുഷ്യന്റെ നേരെയായാലും പടച്ച റബ്ബല്ലാത്ത ആരുടെ നേരെയായാലും അത് ശിർക്ക് തന്നെ. ആ വിശ്വാസത്തിൽ നിന്നാണ് ആരാധന ഉടലെടുക്കുക, അല്ലാത്തതിൽ നിന്ന് ആരാധന ഉടലെടുക്കൂല. അതാണ് കുഞ്ഞീത് മൊഴി എഴുതിയത്. അഭൗതികമായി ഗുണവും ദോഷവും ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസമാണ് ആരാധനയുടെ ഉറവിടം. അവിടുന്ന് ആരാധന ഉണ്ടാവുള്ളൂ. മൗലവി എഴുതിയതാ. സുനീർ അറിയാത്തോണ്ട് എന്നാലും ഒന്ന് വായിക്കണല്ലോ. ഇതിന്റെ 12ാമത്തെ പേജ്. ഇബാദത്ത് എന്നത് വിപുലാർത്ഥമുള്ള സാങ്കേതിക പദമാണ്. അഭൗതികമായ മാർഗത്തിൽ അഥവാ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഗുണവും ദോഷവും വരുത്താൻ ഒരു വ്യക്തിക്ക് കഴിവുണ്ട് എന്ന വിശ്വാസമാണ് ഇബാദത്തിന്റെ ഉറവിടം. അപ്പൊ വിളി ദുആ ആകണോ ഇബാദത്താകണോ, ആ ഇബാദത്ത് ഉത്ഭവിക്കുന്നത് ഈ വിശ്വാസത്തിൽ നിന്നാണ്. ആ വിധത്തിലുള്ള കഴിവ് ഒരു വ്യക്തിക്കോ ശക്തിക്കോ, വ്യക്തിക്ക് മാത്രമല്ല വ്യക്തിക്കോ ശക്തിക്കോ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് അവന്റെ അല്ലെങ്കിൽ അതിന്റെ മുമ്പിൽ അർപ്പിക്കപ്പെടുന്ന താഴ്മ, വിനയം, വിധേയത്വം, സ്നേഹം, ഭയം, ബലമേൽപ്പനം, ധനവ്യയം, അന്നപാനാദികൾ ഉപേക്ഷിക്കൽ, അവയവങ്ങളുടെ ചലനം, നേർച്ച വഴിപാട് തുടങ്ങിയ സർവ്വകാര്യങ്ങളും ആരാധന വകുപ്പിൽ ഉൾപ്പെടുന്നു. അപ്പൊ ഈ വിശ്വാസമാണ് ഇബാദത്തിന്റെ സോഴ്സ്, ഉറവിടം. അതാണ്. ആ വിശ്വാസമുണ്ടോ അത് ശൈത്താനോടായാലും ശിർക്ക് തന്നെ. പറഞ്ഞല്ലോ വിശ്വാസത്തോടു കൂടിയാണ്. വിശ്വാസം ഉണ്ടെങ്കിൽ ശിർക്ക് തന്നെ. അങ്ങനത്തെ വിശ്വാസം ഒന്നുമില്ല. ഒരു അഭൗതികം കൽപ്പിക്കുന്നില്ല. അഭൗതികമായി ഗുണം ചെയ്യുമെന്നോ അഭൗതികമായി ദോഷം ചെയ്യുമെന്നോ അഭൗതികമായി കഴിവുണ്ടെന്നോ യാതൊരു വിശ്വാസവും ഇല്ല. എങ്കിൽ കുഞ്ഞീത് മദൻ എഴുതിയ പ്രകാരം ആരാധന ഉത്ഭവിക്കുന്നില്ല. ആരാധന ഉത്ഭവിക്കുന്നത് എവിടുന്നാണ്? ഈ വിശ്വാസത്തിൽ നിന്നാണ്. അത് എ പി അബ്ദുൽ ഖാദർ എഴുതി ദൈവവിശ്വാസം ഖുർആനിൽ എന്ന പുസ്തകത്തിന്റെ 30ാമത്തെ പേജിൽ മൗലവി ഇത് തന്നെ എഴുതി. ദുആയും അത് ഉൾക്കൊള്ളുന്ന മനസ്സവാച കർമ്മനായുള്ള പ്രകടനങ്ങളുമാണ് ഇബാദത്ത് എന്ന് പറഞ്ഞു. അതേപോലെ ദുആ എന്നാൽ എന്ന വിശദീകരണത്തിൽ മൗലവി കൊടുത്തു. അഭൗതികമായ മാർഗത്തിൽ ഒരു നന്മ ലഭിക്കുന്നതിന് വേണ്ടിയോ ഒരു തിന്മ തടയുന്നതിന് വേണ്ടിയോ ഉള്ള മനസ്സിന്റെ തേട്ടമാണത്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഉപകാര ലബ്ധിക്കോ ദുരിതമോചനത്തിനോ വേണ്ടി കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ നിലക്കുള്ള കഴിവുണ്ടെന്ന് താൻ വിശ്വസിക്കുന്നവരോട് തദടിസ്ഥാനത്തിൽ സഹായിക്കാനായി ഒരാൾ നടത്തുന്ന അപേക്ഷയാണത്. അതാണ് ദുആ എ പി അബ്ദുൽ ഖാദർ മൗലവി. അപ്പൊ ആ വിളിയാണോ, ആ അടിസ്ഥാനത്തിലാണോ ദുആ തന്നെയാണ്. ആ അടിസ്ഥാനമില്ലേ, ഈ പറഞ്ഞ വകുപ്പൊന്നുമില്ലേ, ഈ പറഞ്ഞ വിശ്വാസമൊന്നുമില്ലേ, എങ്കിൽ ആരാധന ഉത്ഭവിക്കുന്നില്ല എന്ന് ഈ രണ്ട് പുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നമുക്കേതായാലും സുനീറെ നമുക്കെന്തായാലും സ്വസ്ഥമായിട്ട് പകലൊന്നിരിക്കണം. തൽക്കാലങ്ങള് ആയിക്കോട്ടെ, വീടാണ്, കുറച്ച് ആളുകൾ ചോദിക്കാണ്ട്. നിങ്ങൾക്ക് അവസരം തരുന്നില്ല, നമുക്ക് സന്തോഷമേ ഉള്ളൂ. നിങ്ങൾ കുറച്ചൊന്നും മാറി. സുനീറിന് മാത്രം നമുക്ക് ഒരു വേറെ വേദി ഒരുക്കണം. അപ്പളേ തീരുള്ളൂ. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അബ്ദുൽ ഹക്ക്. എൻ്റെ ചോദ്യം, ജിന്ന് മനുഷ്യനെ സഹായിക്കും എന്നതിൽ ഖുറാനിലോ ഹദീസിലോ വല്ല തെളിവുണ്ടോ? ഇപ്പം ഞാൻ പല ക്ലാസ്സുകളിലും കേട്ട് തെളിവ് ചോദിച്ചാൽ ഈ സീർ ചെയ്യണവരെ പിശാചി ഹെൽപ്പ് ചെയ്യാറുണ്ടല്ലോ, അതുപോലെ ജ്യോത്സ്യന്മാരെ പിശാചി ഹെൽപ്പ് ചെയ്യാറുണ്ടല്ലോ എന്നാണ് പല പ്രസംഗത്തിലും ഞാൻ കേട്ടത്. അത് എൻ്റെ ചോദ്യം, പിശാചിന് അള്ളാഹു താല നരകത്തിൽ നിന്ന് പുറത്തു പോയപ്പോൾ പിശാചിനോട് പറഞ്ഞാണ്, നിനക്ക് എൻ്റെ വൈക്കേടിലായ നിന്റെ വൈക്കേടിലായ ആളുകളെ സഹായിക്കാൻ നിന്നെ കൊണ്ട് സാധിക്കും. അള്ളാഹ് പറഞ്ഞു, നല്ല ആളുകളെ ഒരിക്കലും പിശാച് നിനക്ക് സഹായിക്കാൻ കഴിയില്ല എന്നാണ്. എൻ്റെ ചോദ്യം, നല്ല ആളുകളെ ജിൻവർഗത്തിൽപ്പെട്ട ജിന്ന് മനുഷ്യനെ സഹായിക്കും എന്നതിനൊരു തെളിവുണ്ടോ? ഈ സീർ അതിൽ ബന്ധപ്പെടാൻ കാരണം എന്താ? അങ്ങനത്തെ ഒരു ചോദ്യം. സുഹൃത്തിന്റെ ചോദ്യത്തിൽ ഒരു അപാകതയുണ്ട്. നല്ല മനുഷ്യന്മാരെ സഹായിക്കൂല എന്ന ഒരു ആയത്ത് ഖുർആനിലില്ല. തെറ്റിദ്ധരിച്ചായിരിക്കാം, ആക്ഷേപിക്കല്ല. അങ്ങനെ ഒരു അല്ലാഹ് എവിടെയും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല.
നേരെ മറിച്ച് ശൈത്താന്റെ ആധിപത്യം ആരുടെ മേൽ എന്ന് പറഞ്ഞിടത്താണ് ഇഖ്ലാസുള്ള മനുഷ്യന്മാരെ നിനക്ക് ആധിപത്യം ചെലുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അവന്റെ സുൽത്താൻ, അവന്റെ ആധിപത്യമാർക്കാണ് അവന്റെ പിന്നാലെ കൂടുന്ന ആളുകളെ മേലുണ്ടാവുക എന്നാണ് പറഞ്ഞത്. അല്ലാതെ മറ്റുള്ള കൂടുക എന്ന് പറഞ്ഞിട്ടില്ല. മാത്രവുമല്ല, എന്റെ അടിമകളുടെ മുന്നിലും പിന്നിലും ഇടത്തും വലത്തുമായി ഞാൻ അവരെ പ്രവേശിക്കും. ഫലാ തജിദു അക്സറഹും ശാകിരീൻ. അതിൽ അധിക പേരെയും ശുക്രുള്ളവരായി നിനക്ക് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ മനുഷ്യന്റെ മുന്നിലൂടെയും പിന്നിലൂടെയും അതേപോലെ വലത്തും ഇടത്തും ഭാഗത്തിലൂടെയും അവൻ ചെല്ലുമെന്ന് ഖുർആൻ തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ അവന്റെ കൂട്ടാളികളായി കൂടുന്ന ആളുകൾക്ക് പല ഉപദ്രവങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുക്കുമെന്ന് ഹദീസ് കൊണ്ടും ഖുർആൻ കൊണ്ടും സ്ഥിരപ്പെട്ടതാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, യൂഹൂന ഇലാ ഔലിയാഇഹിം, പിശാച് അവന്റെ മിത്രങ്ങൾക്ക് സന്ദേശം നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട്. പിശാച് അവന്റെ മിത്രങ്ങൾക്ക് സന്ദേശം നൽകും. അത് വിശുദ്ധ ഖുർആന്റെ അധ്യാപനമാണ്. അതേപോലെ ആ മിത്രങ്ങളായി കൂടിയവർക്ക് അവൻ ചെയ്തു കൊടുക്കുന്ന ഒരുപാട് സംഗതികൾ, അതിലാണ് ജോത്സനും അതേപോലെ മറ്റൊക്കെ വന്നത്. അതൊരു തെളിവല്ല എന്ന് പറയാൻ പറ്റൂതല്ലോ. ഇപ്പൊ ജോത്സന്റെ നേരത്തെ ഞാൻ വായിച്ചു, അമാനി മൗലവി തന്നെ വായിച്ചു ഹദീസ്. ജോത്സന്റെ കാതിൽ വന്ന് കുറുകി മന്ത്രിച്ചു കൊടുക്കും എന്നാണ് പറഞ്ഞത്. തട്ടിയെടുത്ത് അതിൽ 100 കളവുകൾ കൂട്ടിച്ചേർത്ത് അത് ജോത്സന്റെ കാതിൽ വന്ന് കുറുകി മന്ത്രിച്ചു കൊടുക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ അതൊരു സഹായമാണല്ലോ. സാഹിറിന് സിഹർ ചെയ്യുമ്പോൾ പിശാചിന്റെ സഹായങ്ങൾ കിട്ടുന്നു എന്ന് പറഞ്ഞു, അതും സഹായമാണല്ലോ. നേരത്തെ ഞാൻ വായിച്ച അമാനി മൗലവിയുടെ ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകത്തിൽ നിന്ന് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, പൂജിച്ചില്ലെങ്കിലും സേവിച്ചില്ലെങ്കിലും പോലും ചിലപ്പോൾ എന്തെയും കിട്ടും. അതാണ് തന്മൂലം മറ്റുള്ളവർക്കറിയാൻ പ്രയാസമുള്ള പല അറിവും ഇത്തരം ജോലി ഏർപ്പെട്ടവർക്ക് ലഭിക്കുകയും ചെയ്യും. ഇതിൽ യാതൊരു അസാംഗത്യവും ഇല്ല തന്നെ. പിശാചിന് പ്രത്യേകം പൂജയും മറ്റു കർമ്മങ്ങളും നടത്തി സേവിക്കുന്നവർക്ക് അവന്റെ സേവ ലഭിക്കുന്നതിനും അസാംഗത്യമില്ല. ഏതെങ്കിലും പിശാചിനെ പ്രത്യേകം സേവിച്ചില്ലെങ്കിൽ കൂടി വളഞ്ഞ കാലം ഗണിച്ചും പ്രശ്നം നോക്കിയും പറയുന്ന കാര്യത്തിൽ പൈശാചിക സഹായം കിട്ടും. അപ്പൊ അവനെ പൂജിച്ചവർക്കും കിട്ടുന്നുണ്ട്, പൂജിക്കാത്തവർക്കും കിട്ടുന്നുണ്ട്. അപ്പൊ അവന്റെ പ്രകൃതമാണ് ഈ വക പണികൾ ചെയ്യാൻ കഴിയുക എന്നുള്ളത്. അതേസമയം വിശ്വാസികളുടെ മേൽ ആധിപത്യം ചെലുത്താൻ കഴിയില്ല. ഇത് പൈശാചികമാണ് എന്ന് വിശ്വാസികൾ എന്ത് ചെയ്യും? തിരിച്ചറിയും. അവർ റബ്ബിനോട് കാവലം തേടും, അവർ ഇതിന് രക്ഷപ്പെട്ട് പോരുകയും ചെയ്യും. ഇവിടെ ഉദ്ധരിച്ചതെല്ലാം പിശാച് സഹായം ചെയ്യുന്ന കഴിവുള്ളതല്ലേ. പക്ഷെ നല്ല ജിന്നുകൾ മനുഷ്യനെ സഹായിക്കും എന്നതിലൊരു തെളിവ് ഉദ്ധരിക്കാൻ പറ്റും? ഇല്ല, അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. നല്ല ജിന്നുകൾ മനുഷ്യന്മാരെ സഹായിക്കുന്ന അത് റസൂൽ പഠിപ്പിച്ചിട്ടില്ല. എന്ന ഹദീസില് നല്ല ജിന്നുകൾ മനുഷ്യനെ സഹായിക്കും എന്ന് ഒരു ആശയല്ലേ? അല്ല, അത് വിഷയം അത് ആ നിലക്കല്ല. അതായത് ശൈത്വാൻ എന്ന് പറഞ്ഞാൽ ജിന്നിൽപ്പെട്ട സാധനം തന്നെയാണ്. പ്രകൃതം ജിന്നുകൾക്കെല്ലാം ഒന്നാകുമല്ലോ. കാഫിറായ ഇൻസും മുസ്ലിമായ ഇൻസും, കാഫിറായ മനുഷ്യനും മുസ്ലിമായ മനുഷ്യനും പ്രകൃതത്തിൽ എന്താണ്? ഒന്നാണ്. ചെയ്യുന്ന പ്രവൃത്തികളിൽ ഹക്കും മാത്രം നോക്കി മുസ്ലിമെ ജീവിക്കുന്നു, മറ്റൊന്ന് അതില്ല. ജിന്നുകൾ എല്ലാവരും പ്രകൃതത്തിൽ എന്താണ്? സൃഷ്ടിപ്പിൽ എല്ലാവരും ഒന്നാണ്. അതില് നല്ല ജിന്നുകൾ അല്ലാഹും റസൂലും പഠിപ്പിച്ച അധ്യാപനം പാലിച്ചുകൊണ്ട് അവർ ജീവിക്കുന്നു, സ്വാലിഹീങ്ങളായ മുസ്ലിമീങ്ങളായവർ. അല്ലാത്തവർ ആ അധ്യാപനം വകവെക്കാതെ അവർ അവരുടെ വഴിക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ പ്രകൃതത്തിൽ സൃഷ്ടിപ്പിൽ ജിന്നുകളെല്ലാം ഒന്നാണ്. അതിൽ നല്ലവരുണ്ട്, ചീത്തയായവരുണ്ട്, സ്വാലിഹീങ്ങളുണ്ട്, അല്ലാത്തവരുണ്ട്. സാധാരണഗതിയിൽ മനുഷ്യന്മാരുടെ ഇടയിലേക്ക് ഇറങ്ങി വരൽ ശൈത്താന്മാരാണ്. മറ്റൊരു അങ്ങനെ വരുന്നൊരു പ്രശ്നമില്ല. കാരണം അവർക്ക് അല്ലാഹു റസൂലും പഠിപ്പിച്ച നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അവരുടേതായ ലോകത്ത് അവർ ഇബാദത്തും കാര്യങ്ങളും ചെയ്ത് അവർ സ്വർഗം കിട്ടാൻ ആവശ്യമായ പണികളിൽ അവർ ഏർപ്പെട്ട് ജീവിക്കുന്നു. മറ്റൊരു നമ്മളെ പഴിപ്പിക്കാൻ വേണ്ടി, നരകത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി, ശിർക്ക് ചെയ്യിക്കാൻ വേണ്ടി അവർ മനുഷ്യന്മാരുമായി ഇടപഴകാൻ ശ്രമിക്കുന്നു. അതിന് പിന്നെ നല്ല ജിന്നുകൾ നല്ല മുസ്ലിമീങ്ങളെ സഹായിക്കുമോ? അങ്ങനെ ഒരു അധ്യാപനം ഖുർആനിലോ ഹദീസിലോ വന്നിട്ടില്ല പ്രത്യേകമായിട്ട്. പിന്നെ യാ ഇബാദല്ലാഹ് എന്ന റിപ്പോർട്ടാണുള്ളത്. അവിടെ ജിന്ന് എന്ന് പ്രത്യേകം ഹദീസിൽ പരാമർശിക്കപ്പെട്ടിട്ടില്ല. അവിടെ ഉള്ളത് എന്താണ്? കാണാത്ത അടിമകളുണ്ട്, ഹാജരായ അടിമകളുണ്ട്. അതുകൊണ്ട് മൃഗത്തെ തടഞ്ഞു വെക്കൂ എന്ന് പറഞ്ഞുകൊള്ളുക. ഹദീസ് ആവട്ടെ ദഈഫാണ് താനും. ആ ഹദീസ് ദഈഫാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഇനിയിപ്പോൾ അതിൽ ജിന്നെന്ന് പറഞ്ഞാലും നമുക്ക് എന്തല്ല, ജിന്ന് സഹായിക്കുമെന്ന് പറയാൻ നമുക്ക് ഹദീസ് പര്യാപ്തമല്ല.
പിന്നെ എന്തുകൊണ്ട് ഇവിടെ ജിന്നിന്റെ ചർച്ച അതിൽ വന്നു വെച്ചാൽ ഇത് ഔലിയാക്കന്മാരാണ് ഉദ്ദേശം എന്ന് പറഞ്ഞപ്പോൾ ഔലിയാക്കന്മാർ ഇതാരും ആവൂല, ആകെ ആണെങ്കിൽ പല ജിന്നോ മലക്കളോ ആകാനേ വകുപ്പുള്ളൂ എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ല ജിന്ന് സഹായിക്കും എന്ന ഹദീസിൽ എവിടെയും പറഞ്ഞിട്ടില്ല, അങ്ങനത്തെ അധ്യാപനം വന്നിട്ടില്ല. ഹദീസ് ആവട്ടെ ദുർബലവുമാണ്. ഈ ഹദീസിൽ പരാമർശിക്കപ്പെട്ട ഇബാദ് അമ്പിയാക്കളെയും ഔലിയാക്കളെയും ആത്മാക്കൾ റിജാദുൽ ഗൈബാണ് എന്ന് പറഞ്ഞാൽ റിജാദുൽ ഗൈബല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ വല്ല ജിന്നുകളോ വല്ല മലക്കളോ ഒക്കെ ആയിരിക്കാം. എന്നാൽ മൂന്നാമത്തെ റിപ്പോർട്ടിൽ മലക്ക് എന്ന് പ്രത്യേകം എടുത്തു പറയുകയും ചെയ്തു. അപ്പൊ അതിന് അത് കിട്ടുന്നല്ലാതെ ജിന്ന് അങ്ങനെ വരുന്നോ ഓല നമ്മളെ സഹായിക്കുന്നോ ഹദീസിൽ പരാമർശങ്ങൾ നമുക്ക് കാണുന്നില്ല എന്നതാണ് വസ്തുത. പല പ്രസംഗത്തിൽ നമ്മൾ കേൾക്കാറ് ജിന്നുകൾ മനുഷ്യനെ സഹായിക്കും എന്ന് സക്കീർ സ്വലൈഹി പല പ്രസംഗത്തിൽ അവരുടെ പ്രകൃതം അതാണ്. അത് നിങ്ങൾ ആദ്യം ചോദിച്ചെന്താണ്? അള്ളാഹു താല പിശാചിന് മാത്രം കൊടുത്ത കഴിവല്ല, മനുഷ്യനെ ഏൽപ്പിക്കാന് അത് അവന്റെ ഒരു ഡ്യൂട്ടി ആയിട്ട് അവൻ ചെയ്യണല്ലേ. പക്ഷെ അത് നല്ല ജിന്നുകൾ ചെയ്യും നമ്മൾ ചിന്തിച്ചു കണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അല്ല, ജിന്നോട് നമുക്ക് ചോദിക്കാനേ പറ്റൂല. നിങ്ങൾ ഫസ്റ്റ് ചോദ്യം എന്താണ്? ജിന്നുകൾ സഹായിക്കുമെന്ന് ഖുർആനിലോ ഹദീസിലോ ഉണ്ടോന്നാ? അതില്ല എന്നാണ് പറഞ്ഞത്. നല്ല ജിന്നുകൾ നല്ല മുസ്ലിങ്ങളെ സഹായിക്കാൻ വരും എന്ന് ഖുർആനിലോ ഹദീസിലോ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ജിന്നുകളെ പ്രകൃതം അല്ലാഹു റസൂലും പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രകൃതത്തിൽ അവരെ പല കഴിവുകളെയും പറ്റി പരാമർശമുണ്ട്. ആ കഴിവുകൾ നല്ല ജിന്നുകൾക്കും ചീത്ത ജിന്നുകൾക്കും ഉണ്ട്. അതിൽ നല്ല ജിന്നുകൾ എന്ത് ചെയ്യുന്നു? അല്ലാഹു റസൂലും പഠിപ്പിച്ച കൽപ്പന പ്രകാരം ജീവിച്ച് സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴികൾ അവർ നോക്കുന്നു. ഇനി ഒരിക്കലും വരാൻ കഴിയില്ലേ, അത് അല്ലാഹു അഅലം. അതേസമയം ഈ ഹദീസ് ഉണ്ടെങ്കിൽ സ്വഹീഹാണെങ്കിൽ അപ്പൊ ഉദ്ദേശം ഇവരൊക്കെ ആയിരിക്കാം എന്ന് വ്യാഖ്യാതാക്കൾ പറഞ്ഞു. ഹദീസിൽ എന്തില്ല? ജിന്ന് എന്നവിടെ പറഞ്ഞിട്ടില്ല. കാണാത്ത അടിമയുണ്ട്, ഹാജരായ അടിമയുണ്ട് എന്നേ ഹദീസിൽ പരാമർശമുള്ളൂ. അത് ഇന്നവരാണ് അവരല്ല, ഉണ്ടെങ്കിൽ തന്നെ ഇവരെ ആവുള്ളൂ എന്ന് പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചു എന്നേ ഉള്ളൂ. അതേസമയം ഇനി ഓല് സഹായിക്കാൻ വരൂലേ, അത് ഒരു പക്ഷെ ഓരോ ഇഷ്ടമായിരിക്കാം. ഒരു പ്രകൃതപ്രകാരം അവർക്കുള്ള കാഴ്ചയും കേൾവിയും ഒക്കെ പറഞ്ഞിട്ട് അത് ഞാൻ നേരത്തെ വായിച്ചു. ജിന്ന് അഥവാ ഭൂതവർഗം, അതാ മലയാളി പറഞ്ഞത്. ജിന്ന് അഥവാ ഭൂതവർഗമാകട്ടെ മനുഷ്യരെക്കാൾ രൂക്ഷവും ഗതാഗത വേഗതയും ഉള്ളതുമാണ്. അതാ വർഗത്തിന്റെ പ്രത്യേകതയാണ്. ജിന്ന് വർഗത്തിന്റെ ഭൂതവർഗത്തിന്റെ പ്രത്യേകതയാണ്. അങ്ങനെ സാധാരണ മനുഷ്യർക്ക് കഴിയാത്ത പലതും അതിന് കഴിയുന്നു എന്ന് പറഞ്ഞു. അതുപോലെ ഒരു പ്രകൃതമാണ്. അതുപോലെ എവിടൊക്കെ ഉപയോഗപ്പെടുത്തും, എവിടൊക്കെ വരും, എവിടൊക്കെ വരൂല, അല്ലാഹു അഅലം. ചിലപ്പോൾ ഇൽമിന്റെ മജ്ലിസിൽ അവർ വരാം, നമുക്കറിയില്ല. പള്ളിയിൽ അവർ വരാം, നമുക്കറിയില്ല. അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ഇടയിൽ തന്നെ അവർ ജീവിക്കുന്നുണ്ടാവാം. ഒരു ജീവിതം എന്തായിരുന്നാലും ഈ ഭൂമിയിൽ തന്നെയാണ്, നമുക്കിടയിൽ തന്നെയാണ്. പിന്നെ നമ്മളുമായി ഇടപഴകാനും നമ്മിലേക്ക് വരാനും നമ്മളെ സഹായിക്കാനും കഴിയോ? അല്ലാഹു മുസ്ലിം പഠിപ്പിച്ചിട്ടില്ല. പിന്നെ സ്വഹാബത്തുമായി ബന്ധപ്പെട്ട ചില റിപ്പോർട്ടുകളിൽ അത്തരം ചില സൂചനകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അല്ലാഹു റസൂലും ആ വിഷയത്തെ അങ്ങനെ പഠിപ്പിച്ചതായി നമുക്ക് ഇതുവരെ കണ്ടിട്ടില്ല ഉള്ളതായിട്ട്. അപ്പൊ എന്തടിസ്ഥാനത്തിലാണ് അങ്ങനെ പണ്ഡിതന്മാരെ വ്യാഖ്യാനിച്ചത് ഈ നല്ല ജിന്നുകൾ മനുഷ്യനെ സഹായിക്കുന്നു പിശാചു അല്ലാതെ? അതെ, ഈ ഹദീസ് സ്വഹീഹാണെങ്കിൽ അവിടെ പറഞ്ഞത് അത്രേ പറഞ്ഞിട്ടുള്ള പണ്ഡിതന്മാര്. ഈ പറഞ്ഞ പ്രകൃത പ്രകാരം ജിന്നുകൾക്ക് ഈ പറഞ്ഞ പ്രകൃതമുണ്ട്. അത് അല്ലാഹു തആല പിശാചുകൾ കൊടുത്തൊരു നിങ്ങൾ പറയല്ലേ, പിശാചിനെ മാത്രം നിങ്ങൾ പറയല്ലേ? അല്ല, നമുക്ക് തെളിവില്ലല്ലോ. പിന്നെ തെളിവില്ലല്ലോ. ജിന്ന് വർഗത്തിന്റെ പൊതുവായ സ്വഭാവം പോലെ പ്രകൃതവുമാണ് പറഞ്ഞത്. ആ ജിന്നിൽപ്പെട്ട ഞങ്ങളിൽ മുസ്ലിങ്ങളുണ്ട്, ഞങ്ങളിൽ കാസിത്തീങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ഖുർആൻ കേട്ടു, ഇസ്ലാം സ്വീകരിച്ചു കുറച്ച് ജിന്നുകള്, കുറച്ചാൾ സ്വീകരിക്കാതെ പോവുകയും ചെയ്തു. അപ്പൊ കേൾവി രണ്ടുകൂട്ടർക്കും ഒന്ന് തന്നെയാണ്. നബിതങ്ങളുടെ ഖുർആനൊത്ത് എല്ലാരും വന്ന് കേട്ടു. അതിൽ കുറച്ച് ജിന്നുകൾ എന്ത് ചെയ്തു? സ്വീകരിച്ചു. വേറെ ആളുകളോ സ്വീകരിക്കാതെ പോയി. അപ്പൊ കേൾവി രണ്ടുകൂട്ടർക്കും ഉണ്ട്. അവര് പോയിട്ട് അഴുവത്തടത്തി അവരിടയിൽ, അപ്പൊ അതും പോയി കഴിയുന്നുണ്ട്. പിന്നെ പിഴപ്പിക്കാൻ ഇഹ്റാൻ കിട്ടണമെങ്കിൽ ആരാണ്? ശൈത്താന്മാരാണ്. അതിൽ അല്ലാഹ് പ്രത്യേകമായ ആധിപത്യം കൊടുത്ത ഇബ്ലീസിനാണ്. പ്രത്യേക ആധിപത്യം കൊടുത്ത് അവരെ തലവനായ ഇബ്ലീസിനാണ്. ഓനാണ് ഖിയാമത്ത് വരെ ആയുസ്സും കൊടുത്തത്. അത് ഓന് മാത്രമേ ഉള്ളൂ. ഓന ആവശ്യപ്പെട്ട അന്ത്യനാൾ വരെ നീ എനിക്ക് ആയുസ് നീട്ടിത്തരണം. ഖാല ഇന്നക മിനൽ മുൻദരീൻ, നീ നീട്ടപ്പെട്ടവരിൽപ്പെട്ടവനാണ്. അത് അവന് മാത്രം അല്ലാഹ് കൊടുത്തത്. ഖിയാമത്ത് വരെ ആയുസ്സും കൊടുത്ത് എന്തെയ്തു? പറഞ്ഞയച്ചു. അത് ഓന് മാത്രമുള്ളതാണ്. അവന്റെ സന്താന പരമ്പരയാണ് ഈ ജിന്നുകൾ. അതിൽ നല്ലതുമുണ്ട്, ചീത്തയുമുണ്ട്. അതിൽ ചീത്തയായവരാണ് ശൈത്വാന്മാർ.
ആ ശൈത്വാന്മാർ ഈ തലവനായ ഇബ്ലീസിനെ അവന്റെ ദൗത്യത്തിന് തങ്ങളാലാകുന്ന സഹായങ്ങൾ ചെയ്ത് ഓൻ എന്ത് ചെയ്യുന്നു? സഹായികളായി നിൽക്കുന്നു. അത് ഓന പ്രകൃതത്തിൽ, അവരെ ആ സൃഷ്ടിപ്പിൽ, അവന്റെ ആ ഫിത്രത്തിൽ അവിടെ എന്തെല്ലാം ചെയ്യാൻ കഴിയോ അതൊക്കെ ഉപയോഗപ്പെടുത്തിയിരുന്നെയും ഇബ്ലീസിന്റെ കൂടെ കൂടി ഓന് വേണ്ട എല്ലാ ഒത്താശം ചെയ്ത് മനുഷ്യന്മാരെ പഴിപ്പിക്കാൻ വേണ്ടി ഓരോ ഒപ്പം ഇറങ്ങും. മറ്റൊരു അങ്ങനെ ഇറങ്ങുന്നില്ല. അപ്പൊ ഇബ്ലീസിന് മാത്രമായി അള്ളാഹ് കൊടുത്ത കുറെ അധികാരങ്ങളുണ്ട്. അത് ഓനെ മാത്രമേ ഉള്ളൂ. അതിൽ അവനെ സഹായിക്കാൻ അവന്റെ കൂടെ കൂടുന്ന മറ്റുള്ളവർ, അതാണ് അവനെയും അവന്റെ സന്താനങ്ങളെയും നിങ്ങൾ മിത്രങ്ങളാക്കുകയാണോ എന്ന് സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു തആല പറഞ്ഞത്. അപ്പൊ ഇബ്ലീസാണ് ഈ വഴിക്ക് പ്രത്യേകമായി അവന് സ്വാതന്ത്ര്യം നൽകി അള്ളാഹു ആയുസ്സും കൊടുത്തു വിട്ടത്. അവന്റെ സന്താന പരമ്പരകളാണ് ജിന്നുകൾ. അതിൽ നല്ലതുണ്ട്, ചീത്തയുണ്ട്. ആ ചീത്ത ജിന്നുകളാണ് ശൈത്വാന്മാർ. അവർ തങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ഇബ്ലീസിന് വേണ്ടി ചെയ്തു കൊടുത്ത് അവന്റെ ആ ഒരു പിന്നെ കർമ്മത്തില്, അവന്റെ ദൗത്യത്തില് അവനെ സഹായിക്കാൻ വേണ്ടി കൂടെ കൂടുന്നു. മറ്റൊരങ്ങനെ കൂടുന്നില്ല. ഒരു അള്ളാഹിനെ പേടിച്ച് വിശ്വാസികളായി മുത്തഖീങ്ങളായി അവർ ജീവിക്കുന്നു എന്നാണ് മൊത്തത്തിൽ ഖുർആൻ നമുക്ക് മനസ്സിലാകുന്ന ആശയം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ജമീൽ, വീട് കക്കാട്. എൻ്റെ ക്വസ്റ്റ്യൻ, ഷെയ്ഖ് ഉസൈമീൻ അദ്ദേഹത്തിൻ്റെ കൗലുൽ മുഫീദിൽ, അതായത് കിതാബ് തൗഹീദിന്റെ ശറഹ് ചെയ്ത കൂട്ടത്തിൽ വസീലത്തു ശിർക്കിനെ കുറിച്ചൊരു കാര്യം പറയും.